ഹായ് ഗൈസ്, എല്ലാവർക്കും നമ്മുടെ മൂന്നാമത്തെ സംരംഭമായ OSP ടാക്കീസിലേക്ക് സ്വാഗതം. അതെ, ഇത് ഈ ഒരു ചാനൽ സിനിമയ്ക്ക് വേണ്ടി സിനിമയെ ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് അല്ലേ, നമ്മള് ഇനി സിനിമ മറ്റേ അതിൽ കുത്തി കേറ്റണ്ട, നമ്മൾ ഇതിന് സെപ്പറേറ്റ് ആയിട്ട് കൊളാബ് ചെയ്തിട്ടോ, അതിനല്ലേ യൂട്യൂബ് കൊളാബ് തന്നിരിക്കണം. ചെയ്യാറുണ്ട്. അല്ലാതെ മൂന്നും ആയിട്ട് കൊളാബ് ചെയ്യോ അതോ സഹോദരങ്ങളല്ലേ? പേരന്റ് ചാനലായിട്ട്. അതെ, സിനിമ പിന്നെന്താണ്, സീരീസ് വേറെ ഉണ്ട്. സിനിമ സീരീസ് അങ്ങനത്തെ. ബിഗ് ബോസ്, ബിഗ് ബോസ്, ബിഗ് ബോസ് ബിഗ് ബോസ് ഇതിലിടാ. കാലാനുഷ്ഠിതമായ മാറ്റം. അങ്ങനെ നമ്മള് പുതിയ സംരംഭം തുടങ്ങിയിരിക്കണം ഗൈസ്. അതെ ഗൈസ്, അത് പിന്നെ ഇതില് എസ്പെഷ്യലി നമ്മൾ CKനെ നമ്മള് ഗസ്റ്റ് അല്ല, നമ്മുടെ സ്വന്തം ഒരാളായിട്ടാണ് നമ്മൾ മെയിൻ ഹോസ്റ്റാ. ഈ OSP ടാക്കീസ് കാണുന്നത് തന്നെ അല്ലേ, CK മുൻനിർത്തിയാണ്. ഭാവിയിലെ ഉണ്ണി വ്ളോഗ്സ് ആവുമെന്ന് ഒരുപാട്, ഉണ്ണി വ്ളോഗ്സ് മുകളിൽ പോകുന്ന ഒരുപാട് പേര് പ്രവചിച്ചിട്ടുണ്ട്. ഞാൻ ഉണ്ണി ഇരുത്തി അവിക്കുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഉണ്ണി വ്ളോഗ്സ് 144p ഞാൻ കേട്ടുള്ളൂ, ഞാൻ കേട്ടില്ല. പുള്ളിന്റെ സൗണ്ട് എന്റെ സൗണ്ട് എവിടെയൊക്കെയോ സിമിലാരിറ്റി ഉണ്ട്. സിമിലാരിറ്റി ഉണ്ട്. പിന്നെ നീ മറ്റേ സംസാരിക്കുന്ന ഏതാണ്ട് അതേപോലെ തന്നെ. കാരണം നമ്മുടെ അടുത്ത് നോർമൽ സംസാരിക്കുമ്പോൾ നീ ഇവിടെ ഇരിക്കുമ്പോ മറ്റേ അത് നമുക്ക്, എനിക്ക് നിങ്ങളത്ര എക്സ്പീരിയൻസ് ഇല്ലല്ലോ ക്യാമറ. മറ്റേ VD സതീശൻ പറഞ്ഞ പോലെ ഞാൻ ആഹാരം കഴിച്ചു പോയി അതേ സാധനം തള്ളി അല്ലേ. അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ കോഷ്യസ് ആയിട്ട് സംസാരിക്കണം, അത്രേ ഉള്ളൂ. കുറച്ചുകൂടെ ഒന്ന് ആലോചിച്ച് അതല്ല, ഇപ്പൊ CKക്ക് കുറച്ച് അവന് ഇങ്ങനെ നന്ദു ബിയറി എന്ന് പറയാം. അവന് ഭയങ്കര താല്പര്യം. നന്ദു ബിയർ പറഞ്ഞത് സത്യം. നന്ദു ബിയർ നിനക്ക് ഭയങ്കര, നീ അതിനെ കുറിച്ച് എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, എന്തെങ്കിലും സിനിമയ്ക്ക് പോണ്ടേ, അതിനെ കുറിച്ച് പറയണ്ടേ, ആ സിനിമയെ കുറിച്ച് പറയണ്ടേ, മറ്റേ മഹാരാജാസ് ഹോസ്റ്റലിനെ കുറിച്ച് പറയണ്ടേ എന്നൊക്കെ നീ എന്നെ പറഞ്ഞു. ഞാൻ പടം ഇറങ്ങുമ്പോ കോക്കിന്റെ റിവ്യൂ കണ്ടതിന് ശേഷം എനിക്കും പറയണം. എടാ, ഇന്നലെ ഞാൻ വൈകിട്ട് നന്ദു ബിയാറിനെ കണ്ട്, അപ്പൊ അവൻ വീണ്ടും പറയാം, ആ ഒരു ചൂടിലാണ് ഞാൻ എടുത്തിട്ടത്. മനസ്സിലായില്ലേ? ആ സമയത്ത് ദാസൻ എന്തൊക്കെയായിരുന്നു, മട്ടൻ തന്നെയായിരുന്നു. കണ്ടില്ലേ, ഒരു സിനിമ എന്തോസിയസ് ചാനലിൽ തന്നെ ആദ്യം തന്നെ മട്ടൻ കൊണ്ടുവന്ന ഒരു അതാണ് അവന്റെ ഒരു കഴിവ്, ഒരു ബ്രില്യൻസ്. നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം, നമ്മുടെ പുതിയ ചാനൽ. അപ്പൊ ഈ ചാനലിന്റെ മുന്നോട്ടുള്ള പോക്ക് CKയിലാണ് ഞാൻ കാണുന്നത്. അല്ല, അത് പറയേണ്ടതാണ്. കാര്യം നിങ്ങൾക്ക് ഉള്ള അത്രയും ഒരു സിനിമ നോളജ്, ഇവിടെ സിനിമ നോളജ് എന്തൂസിയാസം ഉണ്ട്. ഈ ഓർമ്മയുണ്ടല്ലോ, ഈ ഏത് വർഷം ഏത് സിനിമ ഇറങ്ങി, അത് ആരാണ് ഡയറക്ട് ചെയ്തത്, അതിന്റെ നായകന്മാരാര്, അതിന്റെ സഹനായകന്മാരാര്, ഫുൾ ഡീറ്റെയിൽസ്. 1900 ഒരു സിനിമ ഇറങ്ങുമ്പോ ഇത് 2010, ഇത് 2009. അത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അങ്ങനത്തെ ഈ ഒരു മെമ്മറൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന മെമ്മറൈസ് അല്ല, ആ സമയത്ത് നമ്മള് അത്രമാത്രം സിനിമ നമ്മൾ കാണുമായിരുന്നു ആ ടൈമിൽ. ഇപ്പം അത് ഇവനും ഉണ്ടായിരുന്നു കൂടെ. ഞാൻ എനിക്ക് സംവിധായകന്റെ പേര് മാത്രമേ അറിയാം. ഡേറ്റ് ഉണ്ടല്ലോ, ഇപ്പം 2009, 2008 അതൊന്നും എനിക്ക് ഓർമ്മയില്ല. പക്ഷെ ഇവൻ ഇടയ്ക്ക് വെച്ച് നല്ല സിനിമ കാണുമായിരുന്നു, പിന്നെ അങ്ങ് സ്റ്റോപ്പിട്ട് ഒന്നും കാണൂല. തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിട്ടാണോ ഇങ്ങനെ ഒരു ബാലൻ കണ്ടില്ലേ? ബാലനാണ് നമ്മളോട് അതിനു മുമ്പ് അവൻ കണ്ടത്, ഞാനും അവനും കൂടെ കണ്ടത് ചങ്ക്സ് ആണ്. അതുകൊണ്ട് നമ്മള്
ആ ചങ്സ് കഴിഞ്ഞ ശേഷം ഞാൻ എന്നെ ബന്ധം വേർപെടുത്തി. അമ്മാതിരി അതിന് പിന്നെ വീണ്ടും ക്വാളിറ്റിയുള്ള പടങ്ങൾ പോയി കാണുമായിരുന്നു. അല്ല ഒരു സമയത്ത് നമ്മൾ ഒരുപാട് പടങ്ങൾ, പക്ഷെ ഇറങ്ങുന്ന ഏത് പടമായാലും ഞാൻ ഇങ്ങനെ ചവറ് പോലെ പടം കാണുമല്ലോ, അപ്പോഴും ഏത് പടമായാലും ഇപ്പം വിളിക്കും, ഇങ്ങനെ തള്ളിവിടും. ഇവന് താല്പര്യം ഉണ്ടെങ്കിൽ നല്ലവനെന്ന് പറയണ ഒരു നല്ലവനെന്നും പറഞ്ഞൊരു ജയസൂര്യയുടെ 3 ലുക്കുള്ളൊരു, അത് വിഘ്നേഷ് ചേട്ടന്റെ കൂടെ അല്ലല്ല ഇവന്റെ കൂടെ തന്നെ അത് നമുക്ക് നല്ല ഓർമ്മയുണ്ട്. വെടിച്ചിൽ പടം വന്നിട്ടുണ്ട് 3 ലുക്ക്. അമ്പതിലേക്ക് പൈസ വസൂലാണ്. നല്ല മൈഥിലിയൊക്കെ അഭിനയിച്ചു. എന്റെ അമ്മോ അതിൽ കയറി ഇരുന്ന് കൊടുത്ത് ഫസ്റ്റ് ഡേ. എനിക്ക് വേസ്റ്റ് പടമൊന്നും ഇങ്ങനെ നമുക്ക് ഒരു സഹിക്കാൻ പറ്റാത്ത ഒരു പടം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു എപ്പോഴും ഓർത്തിരിക്കണത് നല്ലവനാ. പിന്നെ നമ്മൾ ഇപ്പൊ ഈ നല്ലവനെ കാണുന്ന ടൈം എന്ന് വെച്ചാൽ ആ സമയത്ത് ബുക്ക് മൈ ഷോയോ അല്ലെങ്കിൽ ഓൺലൈൻ ആപ്പ് ഒന്നുമില്ല. അപ്പൊ നമ്മള് ടിക്കറ്റ് ഉണ്ടോന്ന് അറിയുന്നത് നമ്മൾ വിളിക്കും റാൻഡംലി. മറ്റേ ഫസ്റ്റ് ഡേ ഒക്കെ ആണെങ്കിൽ വിളിക്കും, അപ്പൊ അവർ ഫോൺ എടുക്കൂല. പിന്നെ അല്ലെങ്കിൽ അവിടെ ചെന്നകത്ത് ഒരു ടിക്കറ്റ് കിട്ടുമോ ഇല്ലയോ, സീറ്റ് നമ്പർ ഒന്നും ഇല്ലല്ലോ, മറ്റേ ജസ്റ്റ് ഒരു പേപ്പർ കയറി തരുന്നതാണ്. അപ്പൊ നമ്മളൊരു 2:30-ക്കുള്ള ഷോയ്ക്ക് നമ്മൾ പോകണമെങ്കിൽ നമ്മൾ ഇവിടുന്ന് പ്ലാൻ ചെയ്ത് മറ്റേ 11 മണിയാകുമ്പോൾ നമ്മൾ ഇറങ്ങി മറ്റേ ബസ് കയറി തിയേറ്ററിന്റെ അടുത്തൊക്കെ നിന്ന് ഓക്കെ ആ ഒരു സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കി പയ്യെ പോയിട്ട് ടിക്കറ്റ് ഒപ്പിക്കുക, കയറുക. അപ്പൊ നമുക്ക് ഒട്ടും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റൂല ആ സിനിമ കാണാൻ പറ്റൂല്ലോ നമുക്ക് അറിഞ്ഞൂടാ. പക്ഷെ നമ്മൾ പ്ലാൻ ചെയ്യും ഇങ്ങനെയൊക്കെ പോവുക ഇങ്ങനെയൊക്കെ വരിക. ഫസ്റ്റ് ഡേ ഒന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റൂല. ടിക്കറ്റ് കിട്ടാന്ന് പറയുന്നത് ഭയങ്കര ഇത് എന്ത് എനിക്ക് ഓർമ്മ ഉണ്ട്, മറ്റേ സിറ്റി ഓഫ് ഗോഡ് എന്നും പറഞ്ഞൊരു സിനിമ ഉണ്ടല്ലോ, സിറ്റി ഓഫ് ഗോഡ് നമ്മൾ ഒരുമിച്ച് പൃഥ്വിരാജിന്റെ. ആ സിനിമയില് ഇങ്ങനെ ലിജോ പള്ളിശ്ശേരിയില അതിൽ ഇങ്ങനെ പോയി ഞാൻ ഇത്തിരി താമസിച്ചു പോയി. അപ്പോഴും ഇവൻ തിയേറ്ററിൽ കയറി. അപ്പോഴേ ഞാൻ വിചാരിച്ചു ഫസ്റ്റ് ഡേ ആൾക്കാർ കൂട്ടമായിരിക്കും, ഇനി സീറ്റൊന്നും കിട്ടൂലല്ലോ, ഇങ്ങനെ 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 മറ്റേ ഇത് വെട്ടമൊന്നുമില്ല. അപ്പോഴും ഡേ എവിടെയെന്നൊക്കെ ചോദിച്ചപ്പം ഡേ ഇവിടെയൊന്നും ആരും ഇല്ല, ഇവിടെയൊന്നും ആരും ഇല്ല, എവിടെയും കയറിയിരി. നമ്മള് കൊറേ നല്ല പടങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടല്ലേ ശരിക്കും പറഞ്ഞ. പിന്നെ നമ്മൾ കൂട്ടായിട്ട് 2012 അണ്ണൻ തമ്പിയാണ്. അണ്ണൻ തമ്പി അല്ല 2012 അണ്ണൻ തമ്പി 2009 സോറി, അത് 2012. ഈ അണ്ണൻ തമ്പിയാണ് നമ്മളെല്ലാരും കൂടെ പോയി. അല്ലല്ല അല്ലാതെ നമ്മള് ഗ്രാൻഡ് മാസ്റ്റർ പോയിട്ടുണ്ട്, നമ്മളെല്ലാരും കൂടെ ഗ്രാൻഡ് മാസ്റ്റർ പോയിട്ടുണ്ട്, ആമയും പോയിട്ടുണ്ട്, പിന്നെ മറ്റേ ഇത് റൺ ബേബി റണ്ണ്, താപ്പാന ഞാൻ ഇല്ല, നിങ്ങള് നൈറ്റാ പോയ. ആമേനില് നല്ല രസമുള്ള തിയേറ്റർ എക്സ്പീരിയൻസ്. ആമേനെ ഭയങ്കര അതില് സംഭവം നമ്മൾ ആദ്യം തുടങ്ങുമ്പോഴേ ആമേനിൽ തുടങ്ങിയിട്ടൊരു ആൾക്കാർ ഇവ മറ്റേ പട്ടീരെ സൗണ്ട് ഇല്ലേ, പട്ടീരെ സൗണ്ട് വെക്കും. അപ്പോഴേ അപ്പുറത്ത് ഒരാള് വേറെ പൂച്ചയുടെ സൗണ്ട്, അപ്പുറത്താണ്. പിന്നെ കോമ്പറ്റീഷൻ. പിന്നെ നമ്മള് ബിനു ഞാനും എന്തൊക്കെ, ഞാൻ പശുവിന്റെ സൗണ്ട്, അവിടെ വേറെ പട്ടീന്റെ സൗണ്ട്, വേറെ തത്തമ്മയുടെ സൗണ്ട്. ഇതൊക്കെ ഒരു 18 വയസ്സിന് താഴെയുള്ള സിനിമയും അടിപൊളി, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഭയങ്കര എക്സ്പീരിയൻസ്. നമ്മളെ മറ്റേ അങ്ങ് ദൂരമുള്ള തിയേറ്ററിലാണ് പോയിട്ട്. പിന്നെ നമ്മള് ഞാനും മറ്റേ കത്തിയൊക്കെ ഞങ്ങൾ ഒരുമിച്ചാ പോയെ. കത്തി, ലോഹം, അതൊക്കെ ലോഹം മെറ്റൽ, അതൊക്കെ 2015 അല്ല 15 14 അല്ല ഒരു ആ സമയത്ത് നമ്മൾ ഈ സിനിമ നോക്കുമ്പോഴേ എൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ ഈ ക്രൂസ് ഫുള്ള് നോക്കും. അപ്പൊ എനിക്ക് ഇവര് എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞ സാധനം കാണുമല്ലോ. അപ്പൊ അതേ കണക്കായിരുന്നു ഈ മറ്റേ നല്ലവനും ഏതൊക്കെ നല്ല ക്രൂ ഉണ്ടായിരുന്നു അതിനകത്ത്. പക്ഷെ അയാള് പിന്നെ പടമൊന്നും എടുത്തിട്ടില്ല. പിന്നെ മറ്റേ ജയസൂര്യ മറ്റേ 3 ട്രെയിലർ കാണുന്ന ശരി എന്നാ ദാസാ പോവാം. ഇത് സിറ്റി ഓഫ് ഗോഡ് കാണാൻ പോകുന്ന അങ്ങനെയാണ്. സിറ്റി ഓഫ് ഗോഡ് ലിജോ ജോസഫിന്റെ ഇരിക്കുന്ന 2ാമത്തെ പടമാണ്. നായകൻ കഴിഞ്ഞിട്ട് ഇറങ്ങിയ പടമാണ്. അപ്പൊ നായകൻ നമുക്ക് ഇഷ്ടമാണ്, സാധനം കൊള്ളാം. അപ്പൊ അതുകൊണ്ട് ദാസനെ വിളിച്ച് പറഞ്ഞോടെ ദാസ നല്ല പടമായിരിക്കും മറ്റത്. പക്ഷെ സെറ്റ് ഇരുന്നിട്ട് നമ്മള് ഒരു നോൺ ലീനിയർ നല്ല പടമായിരുന്നു, ഒരു ലീനിയർ വേ അല്ലല്ലോ പടം. പിന്നെ ഒരുവിധം നല്ല വേറെ കുറച്ച് ഒരുപാട് പടങ്ങളുണ്ട് ആ സമയത്ത് ഇറങ്ങിയ ഒരുവിധ പടങ്ങളെല്ലാം. സൺഡേ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ഡേ ആണ്. സൺഡേ ഇങ്ങനെ എല്ലാം സെറ്റ് ചെയ്ത് ഇറങ്ങാൻ പോവുക, അത്രയൊക്കെ തന്നെ കൂടുതൽ ഇല്ല. അപ്പൊ കേട്ടല്ലോ ഗൈസ്, ഇവര് ഭയങ്കര ഇതാണ് സിനിമ. ഞാൻ അത്രയ്ക്കൊന്നും ഇല്ല. ഞാൻ തിയേറ്ററിൽ പോകാൻ തുടങ്ങി എന്നെ കുറച്ച്, ഞാൻ ഒന്ന് ഇൻഡിപെൻഡന്റ് ആയതിനു ശേഷമാണ് തിയേറ്ററിലൊക്കെ പോയി സിനിമ കാണാൻ തുടങ്ങിയത്.
അല്ലാതെ ഫ്രണ്ട്സായിട്ട് അങ്ങനെ പോയി ഫാമിലിയില് അങ്ങനെ സിനിമ കാണുന്ന പോകുന്ന ഭയങ്കര റയറാണ്. ചിലപ്പോ വർഷത്തിൽ ഒരെണ്ണം, കൊച്ചിലേക്ക വർഷത്തിൽ ഒരു അങ്ങനെയൊക്കെ ഫ്രണ്ട്സായിട്ട് പോവായിരുന്നു. ഫ്രണ്ട്സ് ആയിട്ട് പോകുന്നത് ഒരു +2 ഒക്കെ ആ ടൈമിന് ശേഷമൊക്കെയാണ് അങ്ങനെ കാണാൻ പോയി തുടങ്ങിയിട്ടുള്ളത്. പോളിയിലൊക്കെ പോയതിനു ശേഷമാണ് അത്യാവശ്യം തിയേറ്ററിലൊക്കെ പോയി. അല്ല, എന്റെ വീട്ടിലും അങ്ങനെ സിനിമ എന്തൂസിയസ്റ്റ് ഒന്നും. എന്റെ വീട്ടില് എന്റെ ഫാമിലി തന്നെ സിനിമ കാണുന്ന ഒരേ ഒരാള് ഞാൻ മാത്രമേ ഉള്ളൂ. എന്റെ അച്ഛൻ അങ്ങനെ പടം കാണാറില്ല, അനിയൻ കാണാറില്ല, അമ്മ കാണാറില്ല. പക്ഷെ എന്റെ വീട്ടിൽ നിന്ന് പോകും. എന്റെ വീട്ടിൽ അങ്ങനെ പോകാറില്ല. ഞാൻ ഇപ്പൊ എന്റെ വീട്ടിൽ എനിക്കൊന്ന് ഒരു സിനിമ കാണാൻ പോകണമെങ്കിൽ ഞാൻ കൺസിസ്റ്റന്റ് ആയിട്ട് ഇങ്ങനെ അച്ഛനെ ഇങ്ങനെ പറഞ്ഞു പക്ഷെ എന്റെ വീട്ടിൽ തിരിച്ചാ. ഇപ്പൊ എന്റെ ഒരു സിനിമയിൽ കൊണ്ടുപോയെന്ന് വെച്ചോ, ഫാമിലി ആയിട്ട് പോകും. പക്ഷെ ഇന്റർവെല്ലാകുമ്പോൾ അച്ഛറങ്ങി വിളി വരും. അച്ഛൻ അത്രയും പേഷ്യൻസ് ആയിട്ടിരുന്ന് കാണാന്ന് വെച്ചാൽ. അതല്ല ഇപ്പോഴത്തെ പോലെ അല്ലല്ലോ. പണ്ടൊന്നും നമ്മൾ സിനിമയ്ക്ക് പോകണ ചടങ്ങാ, പിന്നെ ചെലവ് കൂടുതല. ഇപ്പോഴും അടുത്ത് തിയേറ്റർ കുറവല്ലേ, ദൂരെ പോയി കാണണം. ഇത്രയും ട്രാൻസ്പെറന്റ് അല്ല ഒരു കാര്യം. അന്ന് പിന്നെ മറ്റേ A ക്ലാസ് B ക്ലാസ് എന്ന് പറഞ്ഞുണ്ടല്ലോ. നമ്മളെ വെഞ്ഞാറമൂട്ടിലൊക്കെ വരുന്നതെന്ന് പറഞ്ഞാൽ വരാറാവുന്ന സമയപ്പോഴാണ് അത് നമുക്ക് ഉണ്ടായിരുന്നു. ശ്രീകാര്യം ജോഷി, അത് പൊളിച്ചു കളഞ്ഞു ഗൈസ്. പണ്ട് ഇത് MD പണ്ട് ഇതുണ്ടായിരുന്നു B ക്ലാസ്, അതും ഒരു വർഷമൊക്കെ കഴിയും. പക്ഷെ ആകെ ഒന്ന് എനിക്ക് തോന്നുന്നു മറ്റേ കുരുക്ഷേത്രയാണ് കമലഹാസന്റെ മറ്റേ പടം B ക്ലാസ്സിലാണ് വന്നത്. അല്ല, വിശ്വരൂപം ഇതല്ലായിരുന്നു, മറ്റേ സാറ്റലൈറ്റ് വഴി. അതല്ല ഉണ്ടായിരുന്നു. മറ്റേ വലിയ തിയേറ്ററായിരുന്നു എടുത്തില്ല, അങ്ങനെ ഈ ചെറിയ തിയേറ്ററിലാണ്. അല്ല, ഞാൻ വിശ്വരൂപം എനിക്ക് 2012 സമയത്ത്, അത് ഞാൻ കോളേജിൽ. അപ്പൊ ആ സമയത്ത് ഞാൻ കലാഭവനിൽ പോയ പടം. വിശ്വരൂപത്തിലല്ലേ 10 കെട്ടപ്പ്? അല്ലല്ല, മറ്റേ ദശാവതാരം. ശരി, അപ്പൊ ദശാവതാരമാണോ നീ കണ്ടത്? ദശാവതാരമൊക്കെ നമ്മൾ 10th പഠിക്കുന്ന സമയത്ത് മറ്റേ ഹെവി പാട്ടൊക്കെ ഇട്ട് ഭയങ്കര എക്സ്പെക്ടേഷൻ ഒക്കെ ആയിട്ട് ഒരുപാട് തിയേറ്ററിലൊക്കെ വൈഡ് റിലീസ് ആയ പടം. ഒരു ദിവസം കൊണ്ട് പക്ഷെ ആൾക്കാർ റെസ്പോൺസ് കൊടുത്ത്. പിന്നെ എനിക്ക് മറ്റേ ഇപ്പം എല്ലാ സിനിമയും ഇവന്റെ ഫാമിലി പോയി കാണുമെന്ന് പറഞ്ഞില്ലേ. അപ്പൊ എനിക്ക് പല സിനിമ എനിക്ക് സ്കൂൾ ടൈമിൽ കഥ പറഞ്ഞു തരുന്ന ഇവരാണ്. അപ്പൊ എനിക്ക് 2020 ഒക്കെ എന്റെ അടുത്തിരുന്ന് ഞാൻ മറ്റേ അന്ധനാണ് എല്ലാം ഞാൻ ആലോചിക്കും. അങ്ങനെ ജയറാം അതാണ് ഇങ്ങനെയാണ് മോഹൻലാൽ പ്ലാറ്റിന്ന് ചാടി എല്ലാം ക്ലിയർ ആയിട്ട് പറയും. കൊച്ചി രാജാവിന്റെ കഥ ഇവരോട് പറഞ്ഞത്. പിന്നെ വിഘ്നേഷ് എനിക്ക് മറ്റേ കാക്ക. അപ്പൊ ഞാൻ തമിഴ് സിനിമ അധികം കാണാറില്ല, അപ്പം നമുക്ക് അത്രയും കണക്ഷൻ ഒന്നും ഇല്ലല്ലോ. അപ്പൊ എനിക്ക് തമിഴ് സിനിമ ശരിക്കും പറഞ്ഞാൽ ഞാൻ കാണാൻ തുടങ്ങിയത് ഇവന്റെ ഈ കഥ. ഇവൻ ഈ CD ഒക്കെ ഇട്ട് മറ്റേ ഗില്ലി, സൂര്യന്റെ മറ്റേ കാക്ക, ഗജനി ഇതൊക്കെ കണ്ടിട്ടുണ്ട്. എനിക്ക് ഈ കാക്കയുടെ കഥ വന്ന് ഇവ ഇരുന്ന് ഇങ്ങനെ പറയും. അത് ഒരു കഥ തന്നെ 10 വട്ടം പറയും. അപ്പൊ നമുക്കൊരു തോന്നുമല്ലേ ശരി ഒന്ന് കാണാം ആ സെറ്റപ്പ്. പിന്നെ എനിക്ക് തോന്നുന്നു ഒരു ഏജ് കൂടെ കഴിഞ്ഞപ്പം ഞാൻ അപ്പൊ എനിക്ക് മറ്റേ റേഡിയോ സെറ്റപ്പ് ഒന്നും ഇല്ല. അപ്പൊ എന്റെ ഒരു മീഡിയം എന്ന് വെച്ചാൽ പാട്ട് കേൾക്കുക എന്ന പരിപാടിയാണ്. അപ്പം ഞാൻ എങ്ങനെ പാട്ട് കേൾക്കും? ഇപ്പൊ CD പ്ലെയർ ഉണ്ട്, അപ്പൊ ഇത് പാട്ട് കിട്ടണമല്ലോ. അപ്പൊ അവിടെ മറ്റേ അണ്ടർവേൾഡ് ഡോൺ ഉണ്ട്, ആയിരിക്കുന്നത് ദാസൻജി. ദാസൻ മറ്റേ 5 രൂപ വരെ CD-യിൽ എനിക്ക് പാട്ടൊക്കെ മറ്റേ റൈറ്റ് ചെയ്ത് തരും. പക്ഷെ പേയ്മെന്റ് നടത്തും, ഫ്രീ ആയിട്ടൊന്നും. ദാസൻ പറയും ആണോ പാടാണ് കേട്ടോ, കുഴപ്പമില്ല 30 രൂപയാവും കേട്ടോ, 20 ഞാൻ മറ്റേ 1 രൂപ 2 രൂപ 3 രൂപ കൂട്ടിയിട്ട് ദാസന്റെ ഇങ്ങനെ കൊണ്ടുകൊടുത്തിട്ട് നീറോ എക്സ്പ്രസ് ദാസൻ എല്ലാ പാട്ടും കൺസോളിട്ട് എനിക്ക്. അത് ഭയങ്കര നമ്മളെന്തോ വലിയ ആളാണെന്ന് തോന്നുന്നു. പരിപാടി ഒന്നുമില്ല, ഇങ്ങോട്ട് എടുത്ത് അപ്പുറത്തിന് ബേണ് കൊടുക്കുക, അത്രേ ഉള്ളു. അത് ഞാൻ ഭയങ്കര എന്തോ പ്രോസസ്സാണ് അതിന്റെ അകത്ത് നടക്കുന്നതിനൊക്കെ. ഒരുപാട് ടൈം എടുക്കും. DVD ഒക്കെ നല്ല ടൈം എടുക്കും. ഇങ്ങനെ കിടന്ന് ഇങ്ങനെ ലൈറ്റ് ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കും, ഓടിക്കൊണ്ടിരിക്കും. പിന്നെ അതൊരു അത്ഭുതം വരുന്നല്ലേ. അത് നമ്മള് മറ്റേ നടക്കുന്ന സാധനമല്ല, നമ്മളെന്തോ ഭയങ്കര മാജിക് ആ CPU സംഭവിക്കണം വിചാരിച്ചോണ്ടിരിക്കണം. അതിന്റെ ഡിസ്പ്ലേയിൽ ഓരോന്നും മാറും. മറ്റേ ബേണിംഗ് പ്രോസസ് കംപ്ലീറ്റ് അല്ലെങ്കിൽ 50%. പിന്നെ അടുത്ത് എന്താണ് നടക്കാൻ പോകുന്നത്. പിന്നെ വേറൊരു സാധനം മറ്റേ റീറൈറ്റബിൾ ഒക്കെ ഉണ്ടായിരുന്നു. DVD DVD ഉണ്ടായിരുന്നു. CD മറ്റേ 700 MB എത്രയല്ലേ ഉള്ളൂ. അത് 10 രൂപ എന്തോ ആയിരുന്നു. 700 MB അത് ക്വാളിറ്റി 5 രൂപ കിട്ടും. 3 രൂപ 4 രൂപയ്ക്ക് ഒരു CD ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു വീട്ടിൽ മറ്റേ അടുക്കി വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു മറ്റേ CD. ഓരോരുത്തർ ആവശ്യാനുസരണം. പിന്നെ ആ ടൈമില് ഇപ്പൊ ഈ നമ്മളെ ഈ ടെലിഗ്രാം അങ്ങനത്തെ സാധനമൊന്നും ഇല്ല. അപ്പൊ ബേസിക്കലി ആ സമയത്ത് ഫുള്ള് മറ്റേ ഇതാ മറ്റേ വ്യാജ CDs. സിനിമ ഇറങ്ങി 2-ാം ദിവസം അതിന് മുന്നേ മറ്റേ ഇതുണ്ട്
കാസറ്റ്. പക്ഷെ നമ്മള് ആ ടൈം അത്രക്ക് നമ്മള് വളർന്നു തുടങ്ങുന്ന സമയം വരെ ഉണ്ടായിരുന്നു കാസറ്റ്. നമ്മളൊരു വളരെ ചെറുതായപ്പം കാസറ്റ് പോയി. നമ്മളൊക്കെ 5th ഒക്കെ ആയപ്പം CD വന്നോ. കല്യാണ രാമനൊക്കെ ഞാൻ കാസറ്റിലാണെന്ന് തോന്നുന്നു. അതായിരിക്കും. ഭയങ്കര കാണാനൊന്നും പറ്റൂല. ദിലീപാണെന്ന് തോന്നുന്നു. ആണെങ്കിലും കാണുന്നത് പാടാണ്. സ്ക്രാച്ച് വീണ് കഴിഞ്ഞാൽ നമ്മൾ ഇതേണക്ക് മറ്റേ 1.5x ഒക്കെ ഇട്ട ഇപ്പൊ ഞാൻ വീഡിയോ സിനിമയെ കാണുന്ന കേട്ടോ. മറ്റത് അങ്ങനെയല്ല. മറ്റേ ഈ ഫാസ്റ്റ് ഫോർവേഡ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അത് കുത്തിയ ഇങ്ങനെയല്ല, മറ്റേ സ്പീഡ് ആ ഒരു റേഞ്ച് ഒക്കെ. നമ്മൾ അത്രയും പേഷ്യന്റ്. നമുക്ക് സിനിമ ഭയങ്കര ഇഷ്ടമാണ് ബേസിക്കലി. ഇപ്പൊ നമ്മളിതൊക്കെ ഇരുന്ന് കാണും. ഇപ്പം ഒരു സിനിമ തിയേറ്ററിൽ പോയി കണ്ടാലും അതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ഇറങ്ങി അത് എടുത്തോണ്ട് കാണുകയും ചെയ്യും. കാര്യം മറ്റേ സീൻസ് കാണാൻ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇന്ന സീൻ എന്നൊക്കെ പറഞ്ഞിട്ട്. എന്റെ വീടിന്റെ അടുത്ത് ഒരു കാസറ്റ് കട ഉണ്ടായിരുന്നു. അപ്പോഴ അതിന്റെ അകത്ത് മുഴുവൻ ഞാൻ മറ്റേ റെസ്ലിംഗ് ഒക്കെ എടുത്തോണ്ട് വരും. റെസിൽമേനിയ. പിന്നെ നമ്മള് ഈ റെസ്ലിംഗ് കണ്ടു തുടങ്ങുമ്പോഴേ നമുക്ക് ഈ സൂപ്പർ സ്റ്റാർ ഈ ഹൽഗോവനൊക്കെ അങ്ങ് വല്ലപ്പോഴും ഒക്കെ വരും. നമ്മുടെ സമയത്ത് മറ്റേ ബ്രോക്ക് ലെസ്റ്റർ വേഴ്സസ് റോക്കിന്റെ സാധനമൊന്നും ഇല്ല. അതൊക്കെ നല്ല രസമാണ്. അത് അങ്ങനെയൊക്കെ ഉള്ളത് CD-യിലാ പറഞ്ഞ. ആ CD-യിൽ എടുക്കുമ്പോ നമുക്കത് കാണുമ്പോ ഒരു രസമാണ്. നമ്മളിപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന സാധനം പണ്ട് ഒരു കിടിലങ്ങളാണ്. പിന്നെ വേറെ അണ്ടർടേക്കർ ഒക്കെ വേറെയാണ്. നമ്മള് കണ്ട അണ്ടർടേക്കർ അല്ല. നമ്മള് ഈ എന്തോ ആറ്റിറ്റ്യൂഡ് എറ എന്നും പറഞ്ഞിട്ടായിരുന്നു ആ ഒരു സമയത്ത്. അത് കുറച്ചുകൂടെ റോ ആയിരുന്നു. നമ്മള് TV-യിൽ കാണുന്നത് പോലെ അല്ലായിരുന്നു. ഭയങ്കര എന്താ നല്ല രസമായിരുന്നു. ഹാഫ് ബേൺ കെയിൻ, മറ്റേ മാസ്കറ്റ് കെയിൻ, പിന്നെ റെയ് മിസ്റ്റീരിയോ, പിന്നെ തുപ്പുന്ന ഒരു ടാജിരി മറ്റേ പണ്ട് ടാജിരി അല്ല, ഞാൻ മറ്റേ റിക്കീഷി അല്ല, ഞാൻ മറ്റേ ഹറിക്കെയിന്നാണ് ഞാൻ സ്വയം അവരോചിച്ച് നടക്കുന്നത്. പക്ഷെ എന്നെ അമ്മമാര് വേറെന്താ പേരിട്ടാ വിളിക്കുന്നത്. ഞാൻ സ്വയം വേറെ അംജത്തുണ്ടായിരുന്നു. അംജത്താണ് ബിഗ് ഷോ എന്ന് പറഞ്ഞിട്ട്. അംജത്തിനെ പൊക്കണമായിരുന്നു ഒരു ടാസ്ക്. അപ്പൊ ഞാനൊക്കെ എടുത്ത് പൊക്കിയിട്ടുണ്ട്. FI എന്നും പറഞ്ഞ് ജോൺസീന എടുത്ത് പൊക്കി നടുവൊക്കെ വിളിക്കി അവിടെയിരുന്നു. അത് ഈ ബിഗ് ഷോനെ പൊക്കി ഇങ്ങനെ എടുക്കണതേ. ബിഗ് ഷോ അറിയില്ലേ? അത് ഈ റെസ്ലിംഗിൽ തന്നെ ഭയങ്കര ഒരു ചലഞ്ച്. നമ്മള് കാണുമ്പോഴും ബിഗ് ഷോന് ഏറ്റവും വെയിറ്റ് ഉള്ളത്. അങ്ങനെ ഇങ്ങനെ പൊക്കി എടുത്തപ്പോഴും മറ്റേ റിങ് തറ വീണ് അടിച്ചപ്പോ തറയിൽ പോയി, പൊട്ടിപ്പോയി. എന്റെ ഈ ഇത് വെച്ചിട്ട് കാല് വെച്ച് പൊക്കിയിട്ട് അടിക്കുന്നവര് അത് ബുക്കർട്ടി കാല് പൊക്കിയിട്ട് ഇങ്ങനെ അടിക്കണം. നമ്മൾ എങ്ങനെയാണ് ഈ ഒരു എവല്യൂഷൻ എന്ന് പറഞ്ഞ സാധനം നമ്മൾ ഞാൻ ഈ രാവണപ്രഭുവില്ലേ, രാവണപ്രഭു പണ്ട് അത് ഞാൻ സ്കൂളിൽ പഠിച്ചു മറ്റേ സെന്റ് മേരീസിലായിരുന്നു. ആ സമയത്ത് ഞാൻ തിയേറ്ററിൽ ഒന്നും അങ്ങനെ പോയിട്ടൊന്നുമില്ല. അപ്പൊ പണ്ട് ഈ ഓഡിയോ മൂവി ഉണ്ട്. അപ്പൊ ഞാൻ അത് കേട്ടിട്ടാണ് ആ സിനിമ മൊത്തം കണ്ടത്. കണ്ടല്ല കേട്ടത്. നല്ല രസമാണ്. കാര്യം ഇപ്പം ഈ നമ്മുടെ ഈ TV ഒക്കെ വരുന്ന തന്നെ ഒരു 90 സമയത്താണ് കൂടുതൽ TV പല വീടുകളിലും വന്നു തുടങ്ങിയത്. അപ്പൊ അതിനു മുന്നേ ഇപ്പൊ ഈ വേൾഡ് കപ്പ് വരെ ആൾക്കാർ മറ്റേ റേഡിയോ വഴി. അപ്പൊ അത്രയും ഫീലാ ആ സാധനത്തിന്. അപ്പം നമ്മളെ വീട്ടിലൊക്കെ അച്ഛനൊക്കെ റേഡിയോ. പക്ഷെ ഇപ്പൊ ഫുട്ബോൾ ആണെങ്കിൽ പോലും നമുക്ക് കണ്ടുകൊണ്ടിരിക്കുമ്പോ ചിലപ്പോ ഗോളാവും എന്നുള്ളൊരു ഉറപ്പ്. പക്ഷെ ഇതാണെങ്കിൽ ഒന്നും അറിഞ്ഞൂടാ, എന്തൊരു സംഭവിക്കുമെന്നൊന്നും അറിഞ്ഞൂടാ. കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ 9th ഒക്കെ ആയ സമയത്ത് ഇവിടെ FM യുഗം ആ സമയത്ത് വീണ്ടും സ്റ്റാർട്ട് ആവുന്നത്. അതായത് ഒരു സമയത്ത് FM ഒന്നുമില്ല, ആകാശവാണി മാത്രമേ ഉള്ളൂ. പിന്നെ പയ്യെ FM ചാനൽസ് ഇങ്ങനെ വരാൻ തുടങ്ങി. അപ്പം മറ്റേ റേഡിയോ മാംഗോ 90.7 അതൊക്കെ ആ ടൈമിലാണ് പെട്ടെന്ന് റേഡിയോ തിരിച്ചു വന്നു. അത്രയും നാളെ റേഡിയോ ഭ്രമം ഇല്ലാത്തത് ഈ ഉത്സവപ്പറമ്പിലൊക്കെ ബലൂണുകളെ കൂട്ടത്തിൽ മറ്റേ ചെറിയ ചെറിയ റേഡിയോ, ബാറ്ററി റേഡിയോ കിട്ടാൻ തുടങ്ങി. അപ്പൊ എനിക്ക് ഫസ്റ്റ് റേഡിയോ അങ്ങനെ കിട്ടുന്നത് 50 രൂപയ്ക്ക് എന്തോ വീട്ടിൽ നിന്ന് ബാറ്ററി മേടിച്ചു തന്നത്. അത് പക്ഷെ ഒരാഴ്ചക്കുള്ള ബാറ്ററി നിൽക്കൂല, ആ സെല്ലിന്റെ കപ്പാസിറ്റി ഇല്ലല്ലോ, അപ്പൊ ചെറുതാണ്. പിന്നെ ആ സമയത്ത് നമ്മളിങ്ങനെ അപ്പൊ ഓരോ ഇത് വെച്ചിട്ട് ഇങ്ങനെ നൈറ്റ് കിടക്കാൻ നേരത്ത് ഇന്ന പാട്ട് ഇന്ന വരും എന്ന സെറ്റപ്പ്. പിന്നെ TVസിലൊന്നും ഇത്രയും ഇതൊന്നുമില്ല. അപ്പൊ അന്ന് ദൂരദർശൻ വെള്ളിയാഴ്ച സൺഡേ വൈകിട്ട് 4 മണിക്ക്, അത് നമ്മൾ കുഞ്ഞിലായിരിക്കുമ്പോ സൺഡേ 4 മണിക്ക് മലയാളം പടം ഇടും. പിന്നെ നൈറ്റ് ഇടും, നൈറ്റ് മറ്റേ ഇത് ഹിന്ദി പടം ഇടും. സാറ്റർഡേയും വെള്ളിയാഴ്ച സാറ്റർഡേയും
ഈ ദൂരദർശനിലാണ് ഈ മറ്റേ ഇങ്ങനെയൊക്കെ പരിചയപ്പെട്ടത്. ഈ നമ്മുടെ ഷാറൂഖ് ഖാന്റെ സിനിമകളൊക്കെ രാത്രി എണ്ണ അങ്ങനെ രാത്രി ഷാരൂഖ് ഖാനെ മുതലല്ലേ മനസ്സിലായി. ഷാരൂഖ് ഖാന്റെ കൂടെ അമീർ ഖാന്റെ കൂടെ ഇടും. പിന്നെ അത് കുറച്ച് പഴയ പടങ്ങളാണ് ഇടുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ഈ മറ്റേ ഏഷ്യനെറ്റ്, സൂര്യ അങ്ങനെ വന്നാലും വേറെ മീഡിയം ഇല്ല നമുക്ക്. ഫോണില്ല, അല്ലെങ്കിൽ വേറെ മീഡിയംസ് ഒന്നുമില്ല. ചിലവർ വീട്ടിൽ സിസ്റ്റം ഉണ്ട്, അവർക്ക് അവർ പിന്നെയും മൂവീസ് അവർക്ക് CD തന്നെ എടുക്കണം. ബാക്കിയുള്ള ചാനൽ സിനിമ തന്നെയാണ് അന്ന് സിനിമ എന്ന് പറയുന്നത്. അപ്പൊ അല്ല, അന്ന് ഇവര് ഓണത്തിനൊക്കെ ഇടുന്ന സിനിമയ്ക്കൊക്കെ തന്നെ ഭയങ്കര വാല്യൂ. നമ്മള് വീട്ടിൽ മണിക്കൂറുള്ള സിനിമ 5 മണിക്കൂർ കാണുന്നത്. അല്ല, നമ്മളന്ന് പറയുന്നു സൂര്യയില് മറ്റേ ഈ സിനിമ ഓണത്തിന് എല്ലാ ചാനലിലും അടുപ്പിച്ച് പുതിയ സിനിമകൾ, ഏത് കാണാൻ കൺഫ്യൂഷൻ ആണ്. ആ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഭയങ്കര പേപ്പറിൽ ഒരു സെപ്പറേറ്റ് ഇതുണ്ട്, സൂര്യയിൽ ആ കാലഘട്ടം ഏഷ്യനെറ്റിൽ രാവിലെ ഇത്ര മണിക്ക് ഇത്, ഉച്ചയ്ക്ക് ഇത്, എല്ലാ ദിവസവും ഉള്ള. 11 മണിക്കൊക്കെ നല്ല സിനിമ എങ്ങാനും വീട്ടിലിരിക്കാനും നല്ല അടിപൊളി സിനിമ ഉണ്ടെങ്കിൽ പിന്നെ നല്ല ചില സമയം വരുള്ളൂ. നമ്മളെ വീട്ടിലിരുത്താൻ പ്രാപ്തമാക്കുന്ന ഒരു സാധനമായിരുന്നു അന്നത്തെ. അതിനുശേഷമാണ് 24 hours സിനിമ എന്നും പറഞ്ഞിട്ട് അല്ല, അത് ശരിക്കും ഫസ്റ്റ് ടൈം മറ്റേ കിരൺ TV അങ്ങനത്തെ ഒരു സാധനത്തിലോട്ട് വരുന്നത്. കാര്യം അതിനു മുന്നേ ഈ പാട്ടൊക്കെ ലോക്കൽ ചാനൽസ് ഉണ്ട്. ഇപ്പം മറ്റേ വിളിച്ചല്ല, അല്ല സിസ്റ്റം ജനറേറ്റഡ് ആയിട്ട് നമുക്ക് മറ്റേ പാട്ട് ജൂക്ക് ബോക്സോ അല്ല നമുക്ക് മറ്റേ ഓരോ ഫോൾഡർ കണക്കിന് ഇഷ്ടപ്പാട്ട്. അപ്പൊ മറ്റേ സുന്ദരീയമായൊക്കെ ഇറങ്ങിയ ടൈം ഓർമ്മയില്ലേ? അപ്പൊ അതൊക്കെ പോപ്പുലറൈസ് ആവുന്നത് ശരിക്കും ആ രീതിയിലാണ്. അപ്പൊ നമ്മള് പിന്നെ ഇതുണ്ടല്ലോടാ, സീന് കാണാൻ പറ്റും. ടെർമിനേറ്റർ അങ്ങനെ കുറച്ച് സീനുകൾ കാണാക്കും. അതൊക്കെ അങ്ങനെ കുറെ സാധനങ്ങളുണ്ട്. പിന്നെ അതേപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റേ ഈ നമ്മുടെ ഈ വേൾഡ് സിനിമയിലോട്ടുള്ള ഒരു എൻട്രി, ഈ സ്റ്റാർ മൂവീസ് തന്നെയാണ് ആദ്യം ഉണ്ടായിരുന്നത് തോന്നുന്നു. സ്റ്റാർ മൂവീസ് ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. അതൊരു ഭയങ്കര സംഭവമായിരുന്നു കേട്ടോ. കാര്യം വേൾഡ് സിനിമ എന്ന് പറയുന്നത് അതൊരു എക്സ്പീരിയൻസ് വേറെയാ. അങ്ങനെ ഒരു സംഭവം കിട്ടിയ അതൊക്കെ കാരണം. പിന്നെ കമ്പ്യൂട്ടർ വന്നപ്പോഴേ, കമ്പ്യൂട്ടർ യുഗം വന്നപ്പോ പിന്നെ നമുക്ക് സിനിമയൊക്കെ റെഡിയായി വന്ന് ടൊറന്റ് പിന്നെ സമയം എടുക്കും. നെറ്റ് എല്ലായിടത്തും ഇല്ലല്ലോ, സിസ്റ്റം ഉണ്ടെന്നും പറഞ്ഞു നെറ്റ് എല്ലായിടത്തും ഇല്ല. അപ്പൊ നെറ്റ് ഇത്രയും എളുപ്പമല്ല കിട്ടാൻ. നെറ്റ് മറ്റേ ഒരുപാട് മറ്റേ എല്ലാം ലൈൻ പേപ്പർ നല്ല സമയം എടുക്കുമല്ലോ, 700 MB ഒക്കെ നല്ല ടൈം എടുക്കും. പിന്നെ ആ സമയത്ത് മറ്റേ പെൻഡ്രൈവ് യുഗം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. CD മാറി പെൻഡ്രൈവിലോട്ട് കൺവേർട്ടായി. പിന്നെ സിനിമ കുറച്ചുകൂടെ ഈസി ആയി. പിന്നെ നമ്മുടെ ഹാർഡ് ഡിസ്ക് സ്റ്റോറേജ്, ഹാർഡ് ഡിസ്കിലോട്ട് മാറി. നമ്മുടെ 1 TB അല്ല 500 അത്രയും സിനിമയുണ്ട്. അങ്ങനെ ഫ്ലെക്സിംഗ് ഒക്കെ ഉണ്ട് നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു. എന്റെ വല്യമ്മ ചേട്ടനൊക്കെ ഇത് കൊട്ടക്കണക്കിന് സിനിമയായിരിക്കും കമ്പ്യൂട്ടറിലെ. ഞാൻ കമ്പ്യൂട്ടർ വാങ്ങിയ സമയത്ത് എന്റെ ഒരു ഫോൾഡർ ഫുള്ള് സിനിമയായിരുന്നു. സിനിമ അതെന്ന് വെച്ചാൽ ഹിന്ദി എല്ലാം ഉണ്ട്. സിനിമ ഇല്ലാത്ത ഇല്ലായിരുന്നു. ഡിലീറ്റ് ആക്കൂല, അതിങ്ങനെ കിടക്കും. ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അത് നിർത്തി വെക്കൂല. അത് അറിയാതെ ഫോർമാറ്റ് ചെയ്തിട്ട് അല്ലാതെ എനിക്കുണ്ട് ഡിജിറ്റൽ ലൈബ്രറി. എനിക്കും ഉണ്ടായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അന്ന് നെറ്റ് ഇല്ലല്ലോ, നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അപ്പൊ ഒരു തവണ കിട്ടിക്കഴിഞ്ഞാൽ അത് ഒരു സ്ഥലത്ത് സൂക്ഷിച്ചു വെക്കും. എനിക്ക് തോന്നുന്നു ആ എക്സ്മെൻ ആ ഒരു ടൈമാണ്. എനിക്ക് ആ ഒരു ടൈം എക്സ്മെൻ കണ്ട പോലെയാണ് എനിക്ക് ഓർമ്മ. അല്ല, ആ സമയത്തൊക്കെ ഇപ്പം ഇത്രയും ക്ലാരിറ്റി 108 മറ്റേ അത്ര ഹൈ ക്ലാരിറ്റി സാധനമൊന്നും അങ്ങനെ കിട്ടാറില്ല. അപ്പൊ അങ്ങനെ കിട്ടുമ്പോ അത് കളയാനും തോന്നൂല. ഇപ്പൊ ചില പടങ്ങളൊക്കെ ഉണ്ട്. അപ്പം എനിക്ക് മറ്റേ നമ്മള് കാർത്തി എടുത്തോണ്ട് വരുമായിരുന്നു. അവന്റെ ഇഷ്ടം പോലെ സാധനം. അപ്പൊ ഞാൻ ഇവന്റെ വീട്ടിൽ ചെന്നിട്ട് ഇതിൽ എക്സ്ട്രാ ഹൈ ക്ലാരിറ്റി സാധനം കാണാം. അതിപ്പോ ഞാനത് എപ്പോഴും എന്റെ ഡിജിറ്റൽ ലൈബ്രറി കാണും. അപ്പം പെട്ടെന്ന് കാണുമ്പോൾ ഇപ്പം നമ്മൾ എന്താ പറയാ കാലാപാനി TV കണ്ട എക്സ്പീരിയൻസ് എനിക്കുള്ളൂ. പക്ഷെ അതിന്റെ ഒരു HD സാധനം കണ്ടു പോകണം. ഭയങ്കര എഫക്റ്റാ സാധനം. അല്ല, കമ്പ്യൂട്ടർ വിനുവിനും എനിക്ക് തോന്നുന്നു അഖിലേഷിനും ഉണ്ടായിരുന്നു ആദ്യം. ഇപ്പഴും നമ്മളവിടെ ഒന്നിരിക്കും, അത് കാണും. പിന്നെ ഞാൻ നിന്റെ അവിടെ വരുമായിരുന്നു ഇടയ്ക്ക്. ഇവിടെ നിന്റെ വീട്ടിലല്ല, നീ പരിചയപ്പെടുത്തുന്ന ഒരു വെബ്സോൺ. പിന്നെ നമ്മുടെ ട്രിനിറ്റി പിന്നെ ഭയങ്കര സാധനം ഇല്ല, പോയില്ല. മറ്റേ ഓൺലൈൻ സാധനങ്ങള് അത് തുടങ്ങിയ സമയത്ത് ഭയങ്കര സമയം നമ്മൾ വെയിറ്റ് ചെയ്യണം. ജാടാണോ ചേട്ടാ ഇപ്പൊ പറ്റുമോ?
ഇല്ല ഇല്ല സമയമില്ല സ്ലോട്ടില്ല. ഒരു CD റൈറ്റ് ചെയ്യാനൊക്കെ ചോദിച്ചു അവിടെ ചെന്നിട്ട് ഗെയിം കളിക്കുള്ളൂ. അപ്പൊ നമുക്കൊരാഗ്രഹം ഇത് വീട്ടിലായിരുന്നെങ്കിൽ ഭയങ്കര കളിക്കാന്ന് വിചാരിച്ച് ചോദിക്കുമ്പോഴത്തേക്ക് പൈസ അല്ല, അന്ന് ഞാൻ വിചാരിച്ച ഒരു പൈസ കൊടുത്തൊക്കെ മേടിച്ച് വെച്ചേക്കണേ, അവര് പൈറേറ്റ് ആണ്, എന്നിട്ടവിടെ തരാൻ പാടും. പിന്നെ കഴക്കൂട്ടത്തൊക്കെ ഭയങ്കര വിഘ്നേഷ് വീട്ടിലെ ലക്ഷറി സാധനങ്ങളിൽ കൊണ്ടുപോകും. നമ്മള് പോത്തക്കോട് ഇത് ചെറിയൊരു സംഭവം, ഒരു കഴക്കൂട്ടത്ത് അടിക്കി അങ്ങ് ഇരിക്കുകയാണ് മറ്റേ ഇത്, എന്നിട്ട് മറ്റേ കുറ്റിയൊക്കെ ഇടാക്കും, വാതിൽ കുറ്റിയൊക്കെ ഇട്ട്. ഇവിടെ ഫാനൊക്കെ ഉണ്ട്, ചെറിയൊരു ഫാനൊക്കെ, കാറ്റ്. ബ്ലൂ റേ ഡിസ്ക് ഇല്ലേ, ഒറിജിനൽ, ആ സാധനം അത് എന്റെ ഒരു സാറുണ്ടായിരുന്നു, ഒരു മാക്സ് സാറ്. പുള്ളിയാണ് ഈ ട്രോയിയുടെ സിനിമ ഈ ഒരു ബ്ലൂ റേ ഡിസ്ക് എനിക്ക് തന്നത്. അപ്പൊ ഈ സംഭവം കണ്ടപ്പോഴാണ് മനസ്സിലായി, കളക്ടേഴ്സ് എഡിഷൻ പോലത്തെ ഒരു രീതിയിലാണ് ഇവര് ഇത് ചെയ്യണം. എനിക്കുണ്ടായിരുന്നു CD ഈ സിനിമകളുടെ കളക്ഷൻ കുറച്ച്, പിന്നെ പൈസ കൂടി വന്നപ്പോ ഞാൻ നിർത്തിയത്. മാസ്റ്റർ ഒറിജിനൽ സാധനം മേടിക്കും. ഇപ്പോഴും ഉണ്ടെന്ന് തോന്നണം എവിടെ, ചീത്തയ്ക്കാണ്. അത് നല്ല സാധനം ഉണ്ടോ എനിക്ക്, ഞാൻ ഇപ്പോഴും അത് ആ മലയാള സിനിമ മാത്രമേ എടുത്തിട്ടുള്ളൂ, അല്ലാതെ ട്രോയ് അത് ഞാൻ കളക്ഷൻ ഇല്ല, ഞാൻ തിയേറ്ററിൽ പോയി കാണുന്ന സിനിമകളെല്ലാം വാങ്ങിച്ചു. അതൊക്കെയല്ലേ. എനിക്കിപ്പോ ആ ഒരു സാധനം കയ്യിൽ ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു തോന്നുന്നുണ്ട്. പിരിക്കുന്ന ഈ മെഡിക്കൽ കോളേജിൽ സോണിക്ക് സെപ്പറേറ്റ് ആയിട്ടൊരു കട ഉണ്ടായിരുന്നു ഈ CD മാത്രമായിട്ടുള്ളത്. അതൊക്കെ പോയല്ലേ, അതൊക്കെ ഒന്നുമില്ല. അങ്ങനെ CD കടയില്ല ഇപ്പൊ, എല്ലാം നെറ്റ് വഴിയുള്ള പരിപാടി, എല്ലാം ഓൺലൈൻ OTT. നമുക്കിപ്പോ ഡൗൺലോഡ് പോലും ചെയ്യണ്ട, മറ്റേ ഇത് സ്ട്രീം ചെയ്ത്. ഐ മീൻ നെറ്റ്ഫ്ലിക്സ് അങ്ങനത്തെ സാധനമല്ല, അല്ലാണ്ട് തന്നെ ഈ പൈറസി തന്നെ അത് തന്നെ സ്ട്രീം ചെയ്യുന്നു, അതിൽ തന്നെ സ്ട്രീം ചെയ്യാൻ പറ്റുന്നവരുണ്ട്. അതുകൊണ്ട് ഇപ്പൊ ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല, അത്രയുമായി നിൽക്കുന്നു. അപ്പൊ ഇതൊക്കെ നമ്മൾ എന്തിനാണ് പറഞ്ഞതെന്നറിയില്ല. ഇപ്പൊ പുതുതായിട്ട് കാണുന്നവർക്ക് ഈ ഒരു സംഭവം പണ്ട് എങ്ങനെയായിരുന്നു എന്നുള്ളതൊക്കെ ഒന്ന് ഒരു ഓർമ്മപ്പെടുത്തൽ. പണ്ട് ഇങ്ങനെയൊക്കെ ആയിരുന്നു നമ്മൾ ജീവിച്ചത്. മറ്റേ പണ്ട് നമ്മളെ അച്ഛനും അമ്മമാരും പറയേ കാളൊക്കെ മെത്തേന്ന് പറയില്ലേ ഇടയ്ക്കിടയ്ക്ക്, അതേപോലെ കഷ്ടപ്പെട്ടിട്ടാ നമ്മള് പണ്ട് സിനിമ. ജെൻസി പിള്ളേർക്ക് ഇതൊക്കെ അറിയാമോ? ഡൗൺലോഡ് 1 MBPS കിട്ടിയ പുണ്യം എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ആ ഒരു അവസ്ഥ 1 MBPS ഡൗൺലോഡ് 70 kbps ആയി കഴിഞ്ഞാൽ സ്പീഡ്. ഒരു ദിവസമൊക്കെ ഇട്ടൊക്കെ ഒരു പാട്ട് ഡൗൺലോഡ് എടുക്കാൻ ചിലപ്പോ ഒരു ദിവസം ദൂരം എനർജി കളയായിരുന്നില്ല, ഇങ്ങനെ ഇട്ടൊക്കെ സ്ക്രീനില്ല. PC ആണെങ്കിൽ ചക്രശ്വാസം ഇരക്കുകയും ചെയ്യും. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നിന്നൊക്കെയാണ് നമ്മളിപ്പോ ഇവിടെ ഇരിക്കുന്നത്. പക്ഷേ അതിവിടെ പറയേണ്ട ആവശ്യമുണ്ടെന്ന് വെച്ചാൽ ഇല്ല, എന്നാലും അങ്ങനെ പറഞ്ഞു. പക്ഷെ ബാക്ക് ടു നമ്മുടെ OSB ടോക്കീസ്, നമ്മുടെ ഇതിന്റെ മെയിൻ അജണ്ട എന്ന് പറയുന്നത് സിനിമ എന്നുള്ളതാണ്. അതെ അതെ, സിനിമയുടെ നമ്മള് ലാസ്റ്റ് നമ്മൾ കഴിഞ്ഞ തവണ ചെയ്ത സിനിമയുടെ എക്സ്പ്ലനേഷൻ, ഡിസ്കഷനും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും ഇതിൽ വരണം. പിന്നെ റിവ്യൂ, പിന്നെ ഇതില് കുറച്ച് ഉണ്ട്. പിന്നെ എല്ലാരും ഒരുമിച്ച് ട്രെയിലർ റിയാക്ഷൻ ചെയ്യണം. നീ മാത്രം ഇരുന്നാ മതി, എന്നിട്ട് ഇതില് ഒറ്റയ്ക്കൊക്കെ ചിലപ്പോ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം, ഗ്രൂപ്പായിട്ടായിരിക്കും. ഒറ്റയ്ക്കൊക്കെ നമ്മൾ ചിലപ്പോ ട്രൈ ചെയ്യുന്ന വരും. CK അതിന് സജ്ജമാണെന്നാണ് എന്റെ ഒരു CK ഇതില് സജ്ജമായിരിക്കും, അതെനിക്ക് ഉറപ്പാണ്. കാര്യം CK പണ്ടും ഈ ഇവൻ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്, ഈ സിനിമ നല്ല സിനിമയെ കാണുകയാണെങ്കിൽ അതിന്റെ ഡയറക്ടേഴ്സിന് മെസ്സേജ് അയക്കുക, മെസ്സേജ് അയച്ച് ശല്യപ്പെടുത്തുക, നടിമാർക്ക് മെസ്സേജ് അയക്കുക. അവൻ ഡയറക്ടേഴ്സിനൊക്കെ മെസ്സേജ് അയക്കും, ഇങ്ങനെ നല്ല സിനിമയായിരുന്നു, ഇങ്ങനെ. നീ അങ്ങനെയല്ലേ പറഞ്ഞത്? ഡയറക്ടേഴ്സിനാണ് ഈ സിനിമ പിന്നണി
പിന്നണിയിലുള്ള മെസ്സേജ് അതെ അതെ. ഞാൻ പണ്ട് മറ്റേ ലിജോ ജോസിന് അയച്ചിട്ടുണ്ട്, എന്നിട്ട് നായകൻ കൊള്ളാന്ന് പറഞ്ഞ അടിപൊളിയെന്ന്. എന്നിട്ട് ചോദിച്ച അടുത്ത ക്വസ്റ്റ്യൻ അടിച്ച മറ്റേ ഈ പടം എന്ന് റിലീസ് വന്നു, മറ്റേ സിറ്റി ഓഫ് ഗോഡ് എന്ന് റിലീസ് വന്നു. അപ്പൊ പുള്ളി എനിക്ക് 2-3 റിപ്ലൈ വന്നിട്ടുണ്ട്. ലിജോ പള്ളിശ്ശേരിന്ന് റിപ്ലൈ വാങ്ങിച്ച ആളാണ്, കാരണമല്ല. വർഷങ്ങൾക്ക് മുമ്പ് 2000 ഷാജി കൈലാസ് നിനക്ക് റിപ്ലൈ ചെയ്തിട്ടില്ല? ഇല്ല, റിപ്ലൈ തന്നില്ല. ഇല്ല ഇപ്പോഴത്തെ പോലെ അല്ലടാ. ഇപ്പോഴത്തെ ആൾക്കാർ ഇപ്പൊ സോഷ്യൽ മീഡിയ ആക്റ്റീവ് ഒക്കെ ആയതുകൊണ്ട് ഫോളോവേഴ്സ് ഉണ്ട്, അത്രയും മെസ്സേജസ് വരും. പണ്ടൊന്നും അങ്ങനെ അല്ലല്ലോ. പണ്ട് അങ്ങനെയല്ല, പണ്ട് കുറച്ചും കൂടെ പാടാണ്. അങ്ങനെയൊന്നും നമുക്ക് ത്രൂ ചെയ്യാൻ പോലും പറ്റൂല ആൾക്കാരെ. ഇവരൊക്കെ അതിന് വേറൊരു മറ്റേ യൂണിവേഴ്സ് ആണ്, നമ്മള് വേറെ യൂണിവേഴ്സ്. ആ സെറ്റപ്പാ. എനിക്ക് ഒരു സമയം വരെ ഇവരൊക്കെ വേറെ ഏതോ ജീവികളെന്നൊരു തോന്നല് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. കൊച്ചിയിലെ ഒരു 4-5 പഠിക്കുന്ന ടൈമില് ഈ മറ്റേ തിയേറ്ററിൽ മാത്രം കാണുന്ന തിയേറ്ററിൽ മാത്രം, വേറെ കണ്ടിട്ടൊന്നുമില്ല. ഇവര് എനിക്ക് തോന്നുന്നു മറ്റേ ഈ ബാർബർ ഷോപ്പിലെ മാഗസീൻസിലൊക്കെ മാഗസീൻ അത് വേറെ ലിസ്റ്റ് അത് അതിലേ ഉണ്ടായിരുന്നുള്ളൂ, അല്ലാതെ വേറെ അറിവൊന്നും അങ്ങനെ. പിന്നെ ഭയങ്കര കഥകളും കേൾക്കും, ഗോസിപ്പുകള് ഓരോരുത്തരുടെ ഭാവനയില് ഇവരങ്ങനെയാണ് ഇങ്ങനെയാണ്. കാര്യം ഈ ബാർബർ ഷോപ്പിൽ പോകുമ്പോൾ 2 ഉദ്ദേശമുണ്ട്. ഒന്ന് മുടി വെട്ടുക, രണ്ടാമത്തെ ഈ പറയുന്ന എല്ലാ ബുക്കുകളും അവിടെ കാണും. ഇതെല്ലാം ഒരുമിച്ച് കിട്ടുന്ന ഒരേ ഒരു സ്ഥലം അത് മാത്രമേ വീട്ടിൽ വരുത്തോ ഇല്ല. അല്ലെങ്കിൽ നമ്മള് മറ്റേ ബാലര മേടിക്കുന്ന അതും ഇല്ല. പക്ഷെ ഇവിടെ എല്ലാം കാണും. ഇവിടെ എല്ലാം സ്പോർട്സ്, മാതൃഭൂമിന്റെ സ്പോർട്സ് ഉണ്ടായിരുന്നു. അതൊക്കെ ഇതാണ്. അപ്പൊ നമുക്ക് ഇതിന്റെ ഭാവി പരിപാടികളൊക്കെ എങ്ങനെയാണ് ഈ ചാനലിന്റെ? ഉല്ലാസ് എങ്ങനെയാണ് നോക്കി കാണുന്നത്? ഞാൻ ഇന്നാണ് ഈ ചാനൽ തുടങ്ങിയെന്ന് തന്നെ അറിയാം. ഞാനും ഇന്നലെ തുടങ്ങാൻ ഭയങ്കര എളുപ്പം, ഒരു ക്ലിക്ക് മതി. റെഡിറ്റില് ലോകം എന്തെങ്കിലും മാന്യമാക്കി അത് ഒരു ചാറ്റ് GPT അടിച്ച് ലോകം കിട്ടും. ലോകമൊക്കെ മാറ്റി ലോകം ഇപ്പൊ എല്ലാത്തിനും സിമിലറാണ്. കണ്ടില്ല. അത് നേരത്തെ ഇത് കണ്ടില്ലായിരുന്നു, മറ്റേ എടുത്തപ്പോ ടിവിയിൽ കാണിച്ചതാണ്. അതായത് ഗൈസ്, അപ്പൊ നമ്മൾ ഇതില് എന്തായാലും സിനിമ റിലേറ്റഡ്, സിനിമ ഈ ഒരു എന്റർടൈൻമെന്റ് ഏരിയ റിലേറ്റഡ് കണ്ടന്റുകൾ ഇടാനാണ് എന്നാണ് തോന്നുന്നത്. നമ്മളിപ്പോ ഉന്മാദം കണ്ടില്ലേ, അതൊക്കെ നമുക്ക് ഇതിലിട്ടൂടെ? റിവ്യൂ ഇടണമെങ്കിൽ ഇതിലിടാം. റിവ്യൂ ഇടാം. പിന്നെ ഇപ്പൊ നമുക്ക് ഉടനെ സിനിമ സീസൺ എത്തിക്കഴിഞ്ഞു. ഓണം വന്നെത്തി. പിന്നെ ഒരുപാട് നാളെ ശേഷമാണ് ഈ ഓണം ഭയങ്കര ടൈറ്റ് ആണ് ഇത്തവണ. എല്ലാം നല്ല ഡയറക്ടർമാർ, നല്ല ക്രൂ, നല്ല സിനിമകളാണ് പ്രതീക്ഷ. എല്ലാത്തിലും കോമൺ ആയിട്ടുള്ള ചമ്മൻ ചാക്കോ മാത്രമേ ഉള്ളൂ. ചമ്മൻ ചാക്കോ, എങ്ങനെ പണിയെടുക്കണത് എനിക്കറിയാം. മ്യൂസിക് വ്യത്യാസമുണ്ട് കേട്ടോ. എന്തായാലും എഡിറ്റിംഗ് ഒക്കെ നല്ല ടൈമുള്ള പരിപാടി ഇരിക്കണ്ടേ. റീവാച്ച് ചെയ്യണം, തലയൊക്കെ പൊട്ടിത്തെറിക്കൂലേ, എത്ര പ്രാവശ്യം റീവാച്ച് ചെയ്യണം. സമ്മതിച്ചു കൊടുക്കണം. തുടക്കം, ഐ ആം ഗെയിം, ഖലീഫ. തുടക്കം 3 ഇവര് 2 പേരും ഉണ്ട്. 3 ഉണ്ട്. ജെക്സ് വിജയ് ഉണ്ട്. ഇത് ചമ്മൻ ചാക്കോണെങ്കിൽ കൊറേ ഇപ്പൊ താഴെ വേറെ ആരെങ്കിലും ഒക്കെ കാണും, അസിസ്റ്റൻസ് കാണും. അല്ല, 2 അഭിനയിക്കുന്ന സിമിലർ ആക്ടേഴ്സ് വല്ലതും ഉണ്ടോ? അല്ല, ഈ 3 പടത്തിൽ കോമൺ ആയിട്ടുള്ള ആക്ടേഴ്സ് വല്ലതും ഉണ്ടോ? അത് കണ്ടാലേ അറിയാം. അല്ല, തുടക്കം ആദ്യം വരുന്ന തുടക്കം ഈ ആഴ്ച വരും. ബാക്കി ഓണത്തിന് റിലീസിലുള്ളത് 2 ചമ്മൻ ചാക്കോ അല്ലേ? അതിൽ 2 വലിയ പടങ്ങള്, ഐ ആം ഗെയിമും ഖലീഫയും. 2 നല്ലൊരു പടമാണ്, വലിയ ക്രൂ ആണ്. അതും ഭാവന സ്റ്റുഡിയോസ് പ്രൊഡക്ഷൻ, പിന്നെ ഗിരീഷ് ഷേഡി ഡയറക്ഷൻ. അതൊരു പ്രതീക്ഷയുള്ള ഒരു സാധനമാണ്. അപ്പൊ നമുക്ക് ഈ സിനിമകളിൽ ഇപ്പൊ ഇറങ്ങാൻ പോകുന്ന സിനിമകളിൽ ഏതാണ് കൂടുതൽ പ്രതീക്ഷ നൽകുന്നത്? അല്ലെങ്കിൽ ഓരോന്നും പറ.
3 ഇപ്പം ഓണം റിലീസ് തുടക്കം മാറ്റി നിർത്തിയിട്ട് ഓണം റിലീസ് ആണെങ്കിൽ തുടക്കം എന്ത് വേണ്ടേ? തുടക്കം വേണം. അല്ലെങ്കിൽ തുടക്കം പറയാം. തുടക്കം തന്നെ. അല്ല, നമ്മളിപ്പം ഈ ചാനലിന്റെ ആദ്യത്തെ റിവ്യൂ തുടക്കമായിരിക്കും. അതൊരു തുടക്കം ആവട്ടെ. തുടക്കം തന്നെ. എന്താ പ്രാസം? ജനിച്ച അതേ ഐഡിയ. തുടക്കത്തിലൂടെ നല്ലതാണ്. അല്ല, തുടക്കം എനിക്ക് തോന്നുന്നു ഹിറ്റ് അടിക്കണ സാധനമാണെന്ന് തോന്നുന്നു. തുടക്കം കാര്യം ഈ ഒരു ആക്ഷൻ ആണെന്ന് തോന്നുന്നു. അത് പിന്നെ ജൂഡ് ആന്റണിക്ക് അത്രയും സക്സസ് റേറ്റ് ഉള്ള ഡയറക്ടറാ. അങ്ങനെ എടുത്ത പടങ്ങളൊന്നും മോശമായിട്ടുള്ള പടങ്ങളില്ല. പിന്നെ അതുപോലെ ഒരു അമ്മൂമ്മേരെ പടമുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. അത് മുത്തശ്ശി കഥ, അതും അത്ര മോശമല്ല. അതാണ് ഈ ഉള്ളയില് കുറച്ച് നമുക്ക് പറയത്തക്ക ഒരു ഇതുള്ളത് മുത്തശ്ശി കഥ. പക്ഷെ അത് മോശമല്ലാത്ത സിനിമ കണ്ടോണ്ടിരിക്കുക. പുള്ളി പോലും നസ്രിയുടെ പടമൊക്കെ ഓം ശാന്തി ഓശാന, അത് ഒരു ഫീമെയിൽ സെൻട്രിക് ആയിട്ടുള്ള. പിന്നെ മനസ്സിലായി. പിന്നെ 2018 അതൊരു വല്ലാത്ത ഹ്യൂജ് സക്സസ് ആയിരുന്നു. പുള്ളി 2018 ശേഷമാണ് ഇത് ചെയ്യുന്നത്. ഗ്യാപ്പ് ഉണ്ട്. പിന്നെ ഒരു ലോഞ്ചും കൂടെ ആണല്ലോ. ആണ് അത്. പക്ഷെ ഭയങ്കര എക്സ്പെർട്ടൈസാ പടത്തിനകത്ത് ഫുൾ. എൻ്റെ പ്രോ ക്രൂ ആ മൊത്തത്തിലുള്ളത്. അപ്പം ഈ പറഞ്ഞ കണക്ക് എഡിറ്റേഴ്സ്, എഡിറ്റിംഗ് ഞാൻ നോക്കിയ ഡിപ്പാർട്ട്മെന്റ്, മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ്, പ്രൊഡ്യൂസിങ് നമ്മുടെ ആശീർവാദ് സ്വന്തം. പിന്നെ ഇതിന്റെ കൂടെ മൂപ്പരും ഉണ്ട് ഇതിനകത്ത്, മോഹൻലാലും ഉണ്ട്. അതിന്റെ സാധനം ആ എൻഡിനകത്ത് വരുന്ന കാണിക്കുന്ന ഒരു ഗ്ലിംസ് ഉണ്ട്. അതൊക്കെ അപ്പം ശരിക്കും ഒരു ഇൻവെസ്റ്റ്മെന്റ് ടൈപ്പ് മൂവിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്റെ വീട്ടുകാര് ഇൻവെസ്റ്റ്മെന്റ് ഇപ്പൊ നമുക്ക് മറ്റേ ഇപ്പം വീട്ടുകാരുടെ കടയൊക്കെ ഇട്ട് കൊടുക്കും. അങ്ങനെയല്ല, നിനക്ക് ജീവിക്കാൻ വേണ്ടി ഞാനൊരു കട ഇട്ട് തരാം, അവര് 2 ദിവസം ഞാനും വന്നിരിക്കാന്ന് അച്ഛൻ പറയും. ഏതാണ്ട് അതേപോലെ തന്നെയാണ്. അപ്പം അവര് ഇന്റർവ്യൂ ഒക്കെ കണ്ടിട്ട് PTA മീറ്റിംഗിന് വന്നിരിക്കുന്ന പോലെ അച്ഛനും മലയാളം അറിയാം, ബട്ട് ഒരു കോൺഫിഡൻസ് ഇംഗ്ലീഷിലാണ് അവര് കൂടുതൽ. അല്ല, അതും എനിക്കൊരു കാര്യം, പുള്ളിക്കാരിക്ക് മലയാളത്തിലുള്ള ഇന്റർവ്യൂ ഉണ്ട് കേട്ടാ. ഇന്റർവ്യൂ ഉണ്ട്, പക്ഷെ അത്ര സിനിമയിൽ കംഫർട്ടബിൾ അല്ല. മലയാളം അത്ര കംഫർട്ടബിൾ അല്ല. പക്ഷേ എനിക്കിഷ്ടായി. അല്ല, എനിക്കിഷ്ടായി പുള്ളിക്കാരിയുടെ സംസാരവും ഓപ്പൺ സംസാരവും അത് ഓക്കെയാണ്. പക്ഷെ ഇതിനകത്ത് വരുന്നതെന്ന് വെച്ചാൽ സ്റ്റാമുണ്ട്. പുള്ളിക്കാരിക്ക് ഇപ്പം ഈ ഒരു എൻവയോൺമെന്റ് വലിയ പിടിയെന്ന് വെച്ചാൽ കേരളത്തിൽ പുള്ളിക്കാരി തന്നെ പറയുന്നത്, ആ ഇന്റർവ്യൂ ഞാൻ കണ്ടത്, പുള്ളിക്കാരി കേരളത്തിലുള്ള ലൈഫ് അധികം ഇല്ല. പുള്ളിക്കാരി എല്ലാം ഊട്ടി ലൈഫ് അങ്ങനത്തെയൊക്കെയാണ്. ഇതിനകത്തൊരു സിനിമ എന്ന് പറഞ്ഞ സാധനത്തിലോട്ട് വരുമ്പം ആക്ടിങ് എങ്ങനെയാണ് നമുക്ക്. അല്ല, പുള്ളിക്കാരി അതിൽ എന്നുവെച്ചാൽ ആക്ടിങ് വർക്ക്ഷോപ്പ്, ഇത് തിയേറ്റർ ഒക്കെ പഠിച്ചിട്ടുണ്ട്. അവരൊക്കെ പറയാം വർക്ക്ഷോപ്പ്, വർക്ക്ഷോപ്പിൽ പോയിട്ടുണ്ട്. വർക്ക്ഷോപ്പ് അപ്പോഴാ പുള്ളി തിയേറ്റർ ഇത് ഒക്കെ പഠിച്ചിട്ടുണ്ട്. ബെസ്റ്റ് ആക്ടർ ഒക്കെ ആയിരുന്നു. നമുക്ക് ജഡ്ജ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ശരിക്കും പറഞ്ഞാൽ. ഇവര് 3 പേര് ഏതാണ്ട് ഒരു ഇൻട്രോവേർട്ട് ആണ്. ഈ മോഹൻലാലായാലും മറ്റേ പ്രണവായാലും പുള്ളിക്കാരായാലും ഇൻട്രോവേർട്ട് ടൈപ്പ് ആണ്. അതുകൊണ്ട് ഇന്റർവ്യൂ വെച്ച് നമുക്ക് ചിലപ്പോ മനസ്സിലാവില്ല എത്രത്തോളം അഭിനയിക്കാൻ പറ്റും. പക്ഷെ ഇതെനിക്ക് ലോഞ്ച് ആണ്, എനിക്ക് നെപ്പോക്കിറ്റ് ലോഞ്ച് പോലെ എനിക്ക് തോന്നുന്നില്ല. ചിലപ്പോ ഈ സിനിമ സക്സസ് ആവും എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഇത് കണ്ടിന്യൂ ആയിട്ട് പുള്ളിക്കാരിക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ടെന്ന് ഇന്റർവ്യൂ കണ്ടായിരുന്നു. ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഇതൊരു മൊത്തത്തില് എന്താ പറയണ്ടേ, പുള്ളിക്കാരിക്ക് ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു. എല്ലാരും ഇവൻ പറഞ്ഞ പോലെ പ്രൊഡക്ഷൻ എല്ലാ കാര്യങ്ങളും ഉണ്ട്. പിന്നെ ആന്റണി പെരുമ്പാവൂരിന്റെ മകനുണ്ട്. ആന്റണി പെരുമ്പാവൂരിന്റെ മകനുണ്ട്. നമ്മളെ ഏത് എമ്പുരാൻ ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ
മകനുണ്ട്. അല്ല, അന്ന് മറ്റേ നമ്മള് പരാമർശിച്ചിട്ടുണ്ടായിരുന്നല്ലോ എക്സാമ്പിൾ ഓഫ് നെപ്പോട്ടിസം. പക്ഷേ നെപ്പോട്ടിസം അന്ന് പിന്നെ അത് പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ആവശ്യമില്ലായിരുന്നു. ആ ഒരു സീനിന്റെയും ആ ഒരു ഇത് ഇക്കേണ്ടയും മറ്റേ അത്ര സ്ലോ മോഷനിൽ മറ്റേ ഇത് റിവീൽ ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. അല്ലാതെ അവരെ സിനിമയാണ്, അവർക്ക് എന്താണോ ചെയ്യാൻ തന്നെയാണ്. പക്ഷെ അവര് ഫുൾ റിസ്ക് എടുത്ത് ചെയ്യുന്നതാണ്. അതെ, വേറെ ആരെയും ശല്യപ്പെടുത്തുന്നില്ല. മറ്റേ നമ്മളെ ഇടയ്ക്ക് ഓഡിയോയില് അത് അതേ കണക്കുള്ള എല്ലാവരും അതാ ഞാൻ പറഞ്ഞ മറ്റേ ഇൻവെസ്റ്റ്മെന്റ് പോലെ. ഇപ്പൊ അച്ഛനും കൂടെ കൂടിയുണ്ട്, ഞാനും കൂടെ നിനക്ക് 2 ദിവസം കടയിൽ നിൽക്കാം, നമുക്കൊരു പരിപാടി തുടങ്ങാം, ഓടണമെങ്കിൽ നീ കണ്ടിന്യൂ നടത്തിക്കോ, ആ സെറ്റപ്പ്. അതാ ആ ബാക്കി ക്രൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസ്ക് അവരല്ലേ എടുക്കുന്നത്. പറയാനൊന്നുമില്ല. പിന്നെ പറയാനൊന്നുമില്ല. അത് ജയറാമിന്റെ പോലെ ഇത് പറഞ്ഞില്ല, ഇതൊരു പടച്ചോ തരുമോ പ്രാർത്ഥിക്കാന്നൊന്നും പറഞ്ഞില്ല. ക്രൂ അടിപൊളി. ഇപ്പം ആശീർവാദ് സിനിമാസ് ഇപ്പൊ ഈ പറഞ്ഞ കണക്ക് എല്ലാം ബെസ്റ്റ്, ഇൻഡസ്ട്രിയിലെ ഏറ്റവും ബെസ്റ്റ് ടീമിനെ തന്നെയാണ് ഓരോ ഡിപ്പാർട്ട്മെന്റും കൊടുത്തേക്കുന്നത്. അപ്പൊ പുള്ളിക്കാരി ഇതിനകത്ത് ബാക്കി അല്ല, അവര് മറ്റേ ഒളിച്ചൊന്നും തന്നെ കിട്ടാണ് അങ്ങനെയൊന്നും ഇല്ല. എല്ലാരും ഒത്ത് വന്നിരിക്കുന്നു, സംസാരിക്കുന്നു. കളർഫുൾ ലോഞ്ച് ആയിരുന്നു. എന്റെ ലോഞ്ച് ഇന്നലെ കണ്ടായിരുന്നു, കളർഫുൾ ലോഞ്ച് ആയിരുന്നു. പിന്നെ എനിക്ക് ഇത് പുള്ളിക്കാരി ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞായിരുന്നല്ലോ, മറ്റേ CJP-നെ പറ്റിയുള്ള ആൻസർ കൊടുത്ത്. അത് കൊള്ളാം, കോൺഫിഡൻസ് ഒക്കെ സമ്മതിക്കണം. എന്റെ വ്യക്തമായ നിലപാട് ഞാൻ ബോധത്തോടെ അറിഞ്ഞൂടാ. എനിക്ക് അത് അപ്രീഷിയേറ്റ് ചെയ്യാൻ. കാര്യം ആ ഒരു പൊസിഷനിൽ ഇരിക്കുക എന്ന് പറയുന്നത് ഭയങ്കര റിസ്ക് ആണ്. ഇപ്പൊ മോഹൻലാൽ തന്നെ ഇങ്ങനെ സംസാരിക്കൂല. മോഹൻലാൽ അടുത്തിരുന്ന് ഇങ്ങനെ അല്ല, ഇന്നലെ പുള്ളിക്കാരിയുടെ അഭിപ്രായം മോഹൻലാല് ഇങ്ങനെ ചിരിച്ചോണ്ട് എന്നിട്ട് അമ്മയെ പറ്റി എന്തോ ചോദിക്കും. അമ്മയിൽ ഇങ്ങനെ റിപ്പോർട്ടർ ചോദിക്കും, അമ്മയില് ലാലേട്ടൻ വാ, ലാലേട്ടൻ തിരിച്ചു പോവാന്ന് ഒരുപാട് പേര് പറയുന്നുണ്ടല്ലോ. അപ്പോഴേ മോഹൻലാൽ, ലാലേട്ടൻ ഞാൻ എന്റെ അമ്മയെ പറ്റി മാത്രമേ ചിന്തിക്കാറുള്ളൂ. ശരി, പുള്ളി ഭയങ്കര ഡിപ്ലോമാറ്റിക് ആയിട്ട് സംസാരിക്കുന്ന മനുഷ്യനാണ്. നമുക്ക് ഒരു അടുത്തോട്ടും ഉപദ്രവിക്കൂല. ദേഷ്യപ്പെടില്ല. പിന്നെ പുള്ളി ഇപ്പം ഈ ജൂഡ് ആന്റണി തന്നെ അഡ്രസ് ചെയ്യുന്നത് ഡയറക്ടർ സാറും കൂടെ ചെയ്യേണ്ട കാര്യമാണ്, അദ്ദേഹത്തിനും കൂടെ തോന്നേണ്ട കാര്യമാണ്. അപ്പൊ അതൊക്കെ ഇത്ര ലെജൻഡറി സൈഡിൽ നിന്ന് അവർ സ്റ്റിൽ അവരെ കാണുന്ന രീതി എന്നൊക്കെ പറയാം. ശരിയാ. പുള്ളി മോഹൻലാല് മകളെ വിളിക്കണ തന്നെ പണ്ട് മറ്റൊരു പ്രോവർബ് ഉണ്ട്, എന്ന് വെച്ചാൽ തന്നോളം വളർന്ന താനെന്ന് വിളിക്കുന്ന ആ സെറ്റപ്പ്. അല്ല, പുള്ളിക്കാരൻ ഇന്റർവ്യൂ വന്നിരിക്കുമ്പോഴേടാ ഒരു ഡെക്കോറം കീപ്പ് ചെയ്ത് സംസാരിക്കുന്ന ആളാ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ നമ്മളെ പോലെയല്ല, മറ്റേ ആലോചിച്ച് കണ്ട് ഇങ്ങനെ നല്ല അവർ അങ്ങനത്തെ സംസാരം. ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നമ്മള് സാധാരണ സംസാരിക്കും പോലെ അല്ലല്ലോ, അങ്ങനെ വിട്ട് ക്യാരക്ടർ വിട്ട് സംസാരിച്ച മറ്റേ അവര് കൂട്ടുകാരായിട്ട് ഇരുന്ന അത് മാത്രമേ ഉള്ളൂ. അതില് മാത്രമാണ് സ്വഭാവം. അല്ലാത്ത സമയത്ത് പുള്ളി എപ്പോഴും ഒരു ഡെക്കോറം കീപ്പ് ചെയ്തിട്ട് ആ ഒരു ഇതിലാണ് പുള്ളി. അല്ലെങ്കിൽ ഭയങ്കര ഫണ്ണി ആയിട്ടുള്ള ഒരു മനുഷ്യനാ. ഫണ്ണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു കംഫർട്ടബിളും ആവണം. അതാണ് ആ ഒരു. അത് പണ്ട് മറ്റേ ഒരു വനിതാ അവാർഡ്സ് ഓർക്കുന്നുണ്ടെന്ന് ഭയങ്കര കംഫർട്ടബിൾ ആയി പോയി. അതിന്റെ അത്രയൊന്നും ഒന്നിലും ഞാൻ കണ്ടിട്ടില്ല. അത് സ്റ്റേജിൽ കയറിയിട്ട് കംഫർട്ടബിൾ ആയിരുന്നു. അപ്പൊ തുടക്കത്തിൽ നമുക്ക് എന്തായാലും ഒരു ഹോപ്പ് ഉണ്ട്. അപ്പൊ അങ്ങനെയാണ് നമ്മളുടെ ചർച്ചയിൽ നമുക്ക് തോന്നുന്നത്. പിന്നെ അടുത്തുള്ള 3 സിനിമ ഐ ആം ഗെയിം, ഖലീഫ, ബെത്ലഹേം കുടുംബ യൂണിറ്റ്. ഇതില് എനിക്ക് ആദ്യം കാണാൻ താല്പര്യം ബെത്ലഹേം കുടുംബം. അപ്പോഴാദ്യം എനിക്ക് കാണാൻ ഞാൻ ആദ്യം ഐ ആം ഗെയിം കാണും. ഞാൻ ഖലീഫ ആണ്. ഖലീഫ എനിക്ക് അന്ന് തിയേറ്ററിൽ നിന്ന് ട്രെയിലർ പാട്ട് ആ ഒരു ഇതൊക്കെ നല്ല സ്വാഗം കൂടെ കണ്ടപ്പോ നന്നായിരിക്കും തോന്നുന്നു. അല്ല, അത് ഇതിനകത്ത് വൈശാഖിന്റെ പടമാണ്. അല്ല, നിങ്ങൾ ഏതായിരിക്കും ആദ്യത്തെ പോകാൻ സാധ്യത ഉള്ളത്? ഞാനിത് നമ്മുടെ ദുൽഖറിന്റെ പടം. അല്ല, ഞാൻ ഒരാഴ്ച മുന്നേ 2 ആഴ്ച മുന്നേ മറ്റേ കണ്ടായിരുന്നു.
അതുകൊണ്ട് ആ സ്വാഗിനടുത്ത് കുറച്ചൊരു ദുൽഖറിന്റെ സ്വാഗിന്റെ കുറെ വർഷങ്ങളായി. ഐനോബഡി കണ്ടോണ്ടാണല്ലേ? ഐനോബഡിയിലെ ഇതല്ല, ഇച്ചിരി വ്യത്യാസം ഉണ്ടെന്ന്. എനിക്ക് എന്റെ ട്രെയിലർ കണ്ടപ്പോ എനിക്ക് മറ്റേ ഒരു മലയാളത്തിൽ KGF കൊണ്ട് കയറ്റിയ ഒരു സാധനമൊക്കെ എനിക്ക് തോന്നി. ഈ ഖലീഫയുടെ സാധനം, ഗോൾഡിന്റെ കേസ്. പക്ഷെ അത് ഇത് കുറച്ചുകൂടെ ഒരു വേറെ, മറ്റത് വേറൊരു ടൈപ്പ് അല്ലടാ. ഇപ്പം അതിനകത്ത് മറ്റേ ഈ KGF മറ്റേ സംസാരിക്കുന്ന സംഭവം ഉണ്ടല്ലോ, അതേ പാറ്റേൺ വെച്ചിട്ടാണ് ഇതിനകത്ത് മറ്റേ ഇന്ദ്രൻസ് ഇരിക്കുന്നു. ഇന്ദ്രൻസ് ഇരുന്ന് മറ്റേ ബേസിക്കലി ലിറ്ററലി തള്ളാണ്. മറ്റേ അച്ഛൻ മറ്റേ മമ്പറം തങ്ങൾ എന്തോ മറ്റേ ഹാജി മസ്താനോ അതൊക്കെ പേര് പറയുന്നു മോഹൻലാൽ എന്ന് പറയപ്പെടുന്നു. എന്ന് വെച്ചാൽ മറ്റേ മെയിൻ ഡീലറായിട്ട്. പിന്നെ ഇത് മറ്റേ കോഫ്സാറ്റോ മറ്റേ ഇന്ദിരാഗാന്ധിയുടെ പേര് പോക്സാറ്റ് അല്ല, കപ്സാക്ട് എന്തോ ഒരു സാധനമുണ്ട്. മറ്റേ ഈ സ്മഗ്ലിംഗ് കൂടിയ സമയത്ത് അതിനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ദിരാഗാന്ധി കൊണ്ടുവരും. അപ്പൊ ഇന്ദിരാഗാന്ധിയുടെ പേരൊക്കെ അതിനകത്ത് പറയുന്നുണ്ട്. അപ്പൊ ഇവരെയൊക്കെ വെട്ടിച്ച് ഇവിടെ ഞങ്ങൾ അങ്ങ് തകർത്തിട്ടുണ്ട്. അപ്പൊ അത്രയും ബിൽഡപ്പ് കൊടുക്കുന്ന സാധനം. പിന്നെ ഈ ഗോൾഡിന്റെ കണക്ഷൻ. അപ്പൊ ഇതൊക്കെ വെച്ചപ്പോ എനിക്ക് മറ്റേ മലയാളത്തിൽ കൊണ്ട് KGF ആക്കാൻ തോന്നുന്നു. അങ്ങനെ എനിക്ക് അതേ ആ ഒരു ചിലപ്പോ ആ ഒരു പെർട്ടിക്കുലർ ഒരു സാധനം ചിലപ്പോ അതേപോലെ ആയിരിക്കും. KGF എന്ന് പറഞ്ഞാൽ ഒരാളെ കഥ പറഞ്ഞു കൊടുക്കണം, ഇങ്ങനെ റോക്കി ബൈയുടെ കഥ പറഞ്ഞു കൊടുക്കുന്ന സംഭവല്ലേ, അതുപോലെ എനിക്ക് തോന്നുന്നില്ല. ട്രെയിലറിന്റെ കേസ് വെച്ചിട്ട് പക്ഷെ എനിക്ക് തോന്നുന്നു ഖലീഫ ഭയങ്കര ആക്ഷൻ ആയിരിക്കും എന്നാണ് തോന്നുന്നത്. ഫുൾ ആക്ഷൻ ആയിരിക്കും. പിന്നെ എനിക്ക് ഒരു പ്രതീക്ഷ തോന്നണം, ആ ഒരു മ്യൂസിക് ഭയങ്കര നല്ല രസമാണ്. തല്ലുമാല മ്യൂസിക് ആയിട്ട് എവിടെ ഒരു സിമിലാരിറ്റി തോന്നിയായിരുന്നു. തല്ലുമാലയിൽ ഇതേ ഒരു മ്യൂസിക് പാറ്റേൺ ഉണ്ട്. എനിക്ക് തല്ലുമാലന്റെ ഫേവറേറ്റ് പടമാണെന്ന്. ഞാൻ ഗെയിം പറഞ്ഞ ഞാൻ കുറച്ച് ദുൽഖറിനെ ഇഷ്ടമുള്ള ഒരാളാണ്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ട്രെയിലർ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഒരു റിയാലിറ്റി ആയിട്ട് അല്ല, എനിക്ക് ട്രെയിലർ കണ്ടപ്പോ തുടക്കത്തിലൊക്കെ മറ്റേ ഈ ഹോൾ ഫ്രെയിം ഒക്കെ മറ്റേ വൺ സെറ്റപ്പ്, ഒരു കന്നഡ പടം തന്നെ. കന്നഡ പടത്തിന്റെ സെറ്റപ്പിൽ എല്ലാ സാധനമൊക്കെ വെച്ചിട്ട്, പിന്നെ പുള്ളിയുടെ മറ്റേ പഴയ സാധനം ABCD കണ്ട അതേ ദുൽഖർ ഇല്ലേ, എനിക്ക് അത് തന്നെ അതേ ഫ്രസ്ട്രേഷൻ, അതേ ദേഷ്യം, ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ ഉണ്ട്, ഇങ്ങനെ കാണിക്കുന്ന സാധനം ഉണ്ടല്ലോ, അത് തന്നെ. പക്ഷെ പുള്ളീന്റെ ഇതിന്റെ ഡയറക്ടർ നിഹാത്ത്, പുള്ളീന്റെ ഫസ്റ്റ് RDX അതെന്ന് വെച്ചാൽ പുള്ളിക്കാരന് ശരിക്കും ഒരു ഓഡിയൻസിന്റെ കറക്റ്റ് പൾസ് അറിഞ്ഞ് പടം എടുത്തൊരു മനുഷ്യനാണ്. കാര്യം എവിടെ അടി കൊള്ളണം എന്നുള്ളത് ഭയങ്കര പാടാ. അതും ആ സിനിമ. അപ്പൊ ആ സിനിമ ഞാൻ തിയേറ്ററിൽ എനിക്ക് ഓർമ്മയാണ് RDX ഇറങ്ങിയത് ഒരു 3 വേറെ 2 പടത്തിന്. ഇവൻ വേറൊരു പടത്തിന് പോയി, ഞാൻ RDXന് പോയി. എനിക്ക് RDX കാണണമെന്നുണ്ടായിരുന്നു. ഇവൻ മറ്റേ സാറ്റർഡേ നൈറ്റ് അതിനെ കണ്ട ഡോക്ടർ ബോക്സ് അതിന് പോയി. അപ്പൊ അന്ന് ആ ഒരു ടൈറ്റ് സംഭവം 2023 പക്ഷെ അന്ന് അതാണ് സക്സസ് ആയത്. RDX ആണ് അന്ന് ഭയങ്കര. അത് ആ തിയേറ്റർ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, സൂപ്പർ ആയിരുന്നു. ഈ 3 യങ്ങായിട്ടുള്ള ആക്ടർ വെച്ചിട്ട് ആ ഒരു അടിയും പിടിയും എന്ന് പറഞ്ഞ ആ ഒരു ഇമോഷൻ അങ്ങ് വർക്ക് ചെയ്തെടുക്കുമ്പോ നമ്മള് അകത്തോട്ട് കയറൂലേ. നമുക്ക് മറ്റേ തമിഴ്നാട്ടിലൊക്കെ കൊണ്ടുപോകും. ചില സീനൊക്കെ ഉണ്ട്, നമുക്ക് അടിയടാ, നമ്മൾ എനീച്ചെന്ന് തിയേറ്ററിൽ നിന്ന് ഇവിടെ അടിയടാവന് ആ സാധനം, അല്ലെങ്കിൽ അടി കിട്ടണവന് അത് വേണം എന്നൊരു സാധനമൊക്കെ അതൊക്കെ പെപ്പെ അതില് മറ്റേ ഭയങ്കര ഇത് ആക്ഷൻ മറ്റേ ബോക്സർ എന്തോ ആണ്. പക്ഷെ പുള്ളിയുടെ ആ ഒരു പഞ്ചിങ് ക്യാരക്ടറിനെ ഉണ്ടല്ലോ, ഇപ്പൊ ഒരു ക്യാരക്ടറിനെ മേക്ക് ബിലീവ്, ഇപ്പം ഇന്ന ക്യാരക്ടറിനെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റും എന്നുള്ള ഫസ്റ്റ് നമ്മൾ ഓഡിയൻസിനെ കൺവിൻസ് ചെയ്യണം. അത് പുള്ളി ഭയങ്കര കിടിലായിട്ട് പ്ലേസ് ചെയ്യുന്ന എല്ലാവരും നീരജിനെ പറ്റി നമുക്കന്ന് ഒരു ഡാൻസ് ആ സെറ്റപ്പേ ഉള്ളൂ. പിന്നെ ലാസ്റ്റ് മറ്റേ നമ്മുടെ ബാബു ആന്റണിനെ പ്ലേസ് ഇത് കുറച്ചും കൂടെ വേണമായിരുന്നു. അടിച്ചില്ല. അതെന്തോ അതൊരു ആ സിനിമയ്ക്ക് എനിക്ക് അത് തോന്നി കുറച്ചും കൂടെ വേണമായിരുന്നു ബാബു ആന്റണി. പുള്ളിയും പറഞ്ഞായിരുന്നു പുള്ളിക്ക് കുറച്ചുകൂടെ ഉണ്ടായിരുന്നു. പുള്ളിയെ അത്രയും ഇതായിട്ട് കണ്ട്, പക്ഷെ പുള്ളിയുടെ അടുത്ത് അത് കാണിച്ചത്
പുള്ളിക്കും കുറച്ചും കൂടെ ഡിസർവ് ചെയ്തായിരുന്നു പുള്ളി. ആണ് ആൾക്കാർക്ക് കാണണം ആഗ്രഹമുണ്ട്. ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം അങ്ങനെ ഒരു പടം പുള്ളിക്ക് വരുന്നില്ലല്ലോ. അത് പഴയ മറ്റേ ലോജിക്ക് തന്നെ ആവൂടാ. കാര്യം എന്ന് വെച്ചാൽ ബാബു ആന്റണി ഏത് സൈഡിലാണോ ആ സൈഡ് ഉറപ്പായിട്ടും നമുക്കൊരു സിനിമ കാണുമ്പോൾ തന്നെ ബാബു ആന്റണി അപ്പൊ പിന്നെ സെറ്റ് നായകനെ ഓവർ ഷാഡോ ചെയ്യും, ഭയങ്കരമായിട്ട് ഷാഡോ ആയിട്ട് പോണ സാധനം. അപ്പൊ ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും. കാര്യം നമുക്കും ആ സമയത്ത് അപ്പൊ ഈ RDXന്റെ ക്ലൈമാക്സ് പോയിന്റ് ഒക്കെ എത്തുമ്പോഴേ നമുക്ക് തന്നെ ബാബു ആന്റണി ഇരിക്കുകയല്ലേ, ഇത് എന്ത് എന്നൊരു സാധനം നമുക്കും ഉണ്ട്. അപ്പൊ ഓവറായി കഴിഞ്ഞാൽ പെപ്പന്റെ ഇമ്പോർട്ടൻസ് കൂടെ കുറയും. മേ ബി അതായിരിക്കും. പിന്നെ ശരിക്കും അങ്ങനത്തെ ഒരു പടം ഇറക്കിയ ആളുടെ പടമായിട്ടാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ദുൽഖറിന്റെ പടത്തിനെ കാണുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അതിനെ കുറിച്ച്. പിന്നെ ദുൽഖർ കിങ് ഓഫ് കോത്തയ്ക്ക് ശേഷം പുള്ളി പിന്നെ ഇവിടെ അല്ലേ, പുള്ളി മറ്റേ ലക്കി ഭാസ്കർ ഒക്കെ കൊണ്ട് അവിടെ ഗേറ്റടിച്ച് ദുൽഖർ ഗായു അവിടെ ചെന്ന് മറ്റേ സീതാ കല്യാണം എന്തെല്ലാം ആക്ടിങ് ഇല്ലേടാ. ആക്ടിങ് ഇപ്പൊ ഈ ട്രെയിലർ കണ്ടപ്പോ ഒരു അത്ര ഒരു മീഡിയോക്കർ ആയിട്ട് തോന്നി. പക്ഷെ പുള്ളി തെലുങ്കില് ഈ ലക്കി ഭാസ്കറും പിന്നെ മറ്റേ പടം ഉണ്ടല്ലോ സീതാ കല്യാണം, സീതാ കല്യാണം അല്ലടാ മറ്റേ നടനായിട്ട്. അതെ അയ്യോ അതേ ഏതാ സീതയാണ് അതില് വൻ അഭിനയം, സൂപ്പർ അഭിനയം. അത് അങ്ങനെ ആരും പറഞ്ഞും ഭയങ്കര അപ്രിഷിയേറ്റ് ചെയ്തില്ല. ഭയങ്കര കിടിലായിട്ട് അഭിനയിച്ചിട്ടുണ്ട് അതില്, ഭയങ്കര അഭിനയം. ദുൽഖറിന്റെ ശരിക്കും ദുൽഖർ ഇവൻ ഒരു മലയാളത്തിൽ പടം ഇറങ്ങിയിട്ടുണ്ട്, എനിക്ക് ഞാനെന്ന് പറഞ്ഞ് രഞ്ജിത്തിന്റെ പടം. അത് ഭയങ്കര ദുരന്തം ദുൽഖറിന്റെ അഭിനയം. അതായത് വലിയൊരു എനിക്ക് തോന്നുന്നു ഏതൊരു ഹിസ്റ്റോറിക് ഒരാളെ വെച്ചിട്ടെടുക്കുന്ന, എനിക്ക് ബഷീറിനെ എനിക്ക് ഓർമ്മയില്ല ആരാന്ന്. അതൊക്കെ വൻ ശോകമാണ്, പുള്ളിനെ അങ്ങ് തകർത്ത് കളയും. പിന്നെ പുള്ളി അധികം ആ ഒരു ആക്ടിങ് സൈഡായിട്ടുള്ള മലയാള പടത്തിൽ അഭിനയിച്ചിട്ടില്ല ശരിക്കും പറഞ്ഞ. ഒരു അഭിനയ ഓറിയന്റഡ് പടങ്ങളാണ് ഒട്ടുമിക്കതിലും ജനറിക് ദുൽഖർ, ജനറിക് ദുൽഖർ അതേ ഒരു സാധനം. അത് ദുൽഖർ മാത്രമല്ല, പല ആക്ടേഴ്സ് എടുത്താലും ഒരുവിധമുള്ള ടോപ്പ് ആക്ടേഴ്സ്, ഇപ്പൊ ടൊവിനോ ആയാലും ദുൽഖർ എല്ലാം കണക്കാണ്. പക്ഷെ അഭിനയം സാധനം ഉള്ളതൊന്നും അങ്ങനെ ചെയ്തിട്ടൊന്നുമില്ല. ഇങ്ങനെ വരും ജസ്റ്റ് ഒന്ന് ഡാൻസ് കളിയും പോവും. എനിക്ക് പുള്ളി കുറച്ചുകൂടെ അല്ലടാ, എനിക്കിപ്പോ ആക്ടിങ് എന്ന് ഞാൻ ഉദ്ദേശിച്ച സാധനം എന്ന് വെച്ചാൽ ഇപ്പൊ ഒരു 85 തൊട്ട് 95 അല്ലെങ്കിൽ 2000 വരെ മോഹൻലാൽ ചെയ്ത അല്ലെങ്കിൽ മമ്മൂക്ക ചെയ്ത കുറെ സാധനങ്ങളുണ്ട്. അതുപോലെ ചെയ്യാൻ പറ്റില്ല. ഞാൻ പറഞ്ഞുതരാം, അവര് അത്രയും കഴിവുള്ളവരാണ്. പക്ഷെ അവർക്ക് അതിനനുസരിച്ചുള്ള ഡയറക്ടേഴ്സും റൈറ്റേഴ്സും ഉണ്ടായിരുന്നു. അതുകൊണ്ടല്ലേ അവർക്ക് തിളങ്ങാൻ പറ്റിയത്. കാര്യം അതിന്റെ കാര്യം എന്ന് വെച്ചാൽ ഇപ്പോഴും മലയാളത്തില് ഒരു സിനിമ ഇറങ്ങുമ്പോൾ ഇപ്പൊ നമ്മളിപ്പോ ദുൽഖറിന്റെ പടമാണ് അല്ലെങ്കിൽ ടൊവിനോന്റെ പടമാണെന്നാണ് ഇപ്പോഴും അഡ്രസ് ചെയ്യുന്നത്. പക്ഷെ ശരിക്കും പറഞ്ഞ ഒരു സിനിമ ഒരു ആക്ടറിന്റെ മാത്രമല്ല, ശരിക്കും അത് അറിയപ്പെടുന്ന ഡയറക്ടറിന്റെ പടമായിട്ടാണ്. ഇപ്പം നമ്മളെ ഫേസ് ആക്ടറാണ്, പക്ഷെ അത് അതിന്റെ ഫുൾ പ്രോഡക്റ്റ് ഈ പറഞ്ഞ ആക്ടറിനെ എങ്ങനെ കൺസീവ് ചെയ്യണമെന്ന് പറയുന്നത് തന്നെ ഡയറക്ടറാണ്, അല്ലാതെ ആക്ടർ തോന്നിയത് അഭിനയിക്കുന്നതല്ല. ഇപ്പൊ ഇത് മോഹൻലാൽ പണ്ടൊരു സാധനം പറഞ്ഞിട്ടുണ്ട്, അതായത് പത്മരാജന്റെ മരണത്തിന് ശേഷം പുള്ളി ഭയങ്കര ഡിപ്രസ്ഡ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. കാര്യം പുള്ളി ഒരുപാട് പുസ്തകങ്ങൾ ഇട്ടിട്ടുണ്ട്. ആ പുസ്തകത്തിലെ പല ക്യാരക്ടേഴ്സും ശരിക്കും പുള്ളീനെ വെച്ച് ചെയ്യാതിരുന്നതാണെന്ന്. ഇപ്പൊ തൂവാനത്തുമ്പിൽ ഒറ്റ പടം നോക്കിയാൽ മതി മോഹൻലാലിനെ എത്രമാത്രം പുള്ളിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്ന്. അപ്പം അങ്ങനത്തെ നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് ഇപ്പം വളരെ കുറച്ച് ആൾക്കാർ തന്നെ തൂവാനത്തുമ്പികള് ഇപ്പം ഇങ്ങനത്തെ ഒരു സാധനം ഇപ്പോഴത്തെ എങ്ങായിട്ടുള്ള ആക്ടേഴ്സ് എങ്ങെന്ന് പറയാൻ എടാ അവർക്ക് ചെയ്യാൻ പറ്റൂലടാ. അത് അങ്ങനെ ആലോചിക്കാൻ തന്നെ പറ്റുമോ? തൂവാനത്തുമ്പികൾ പോലത്തെ സിനിമ അങ്ങനത്തെ ഒരു എൻവയോൺമെന്റും അല്ല ഇപ്പോഴത്തെ മലയാള സിനിമയുടെ ഇപ്പൊ സിനിമയെ മാറി. അതെ, ഒരു പഴയ ഇപ്പൊ നമ്മുടെ ഇപ്പൊ നാഷണൽ അവാർഡൊക്കെ കിട്ടുന്നതിന് നമുക്കൊക്കെ അറിയാവുന്ന സിനിമയ്ക്കൊക്കെ കിട്ടുന്നത്. പണ്ടൊന്നും അങ്ങനെയല്ല. പണ്ടൊക്കെ ഇത് ഇങ്ങനെ സിനിമയുണ്ടോ ഇങ്ങനെ അതിന് ഞാൻ എഗെയിൻസ്റ്റ് ആണ്. കാര്യം മമ്മൂക്കൊക്കെ നാഷണൽ അവാർഡ് കിട്ടിയ പടം എന്നൊക്കെ പറഞ്ഞാൽ മതിലുകള്, പൊന്തമ്മാട, വിധേനൊക്കെയാ. അതൊക്കെ ആ സമയത്തിരുന്ന് അല്ലെ ഞാനൊക്കെ അത് കാണുന്ന 2000-ന് ശേഷം. പക്ഷെ ആ സമയത്ത് നമ്മൾ മറ്റേ മണ്ടടിച്ചിരിക്കുന്നത് എന്മാര് ആ സമയത്ത് അതൊരു കൊമേഴ്ഷ്യൽ എലമെന്റ് എന്നുള്ള രീതിയിൽ ഇപ്പോഴത്തെ അവാർഡ് ഫിലിംസ് എല്ലാം കൊമേഴ്ഷ്യൽ കൊമേഴ്ഷ്യൽ രീതിയിൽ ഇറക്കിയോണ്ട് അല്ല ഇപ്പൊ ഞാൻ അതിന്റെ കുറ്റമെന്നല്ല പറയുന്നത്. പക്ഷെ കൂടുതൽ മറ്റേ ഫൈറ്റ് ഭയങ്കര കൊമേഴ്ഷ്യൽ രീതിയിൽ ഫൈറ്റ് കാണിച്ചു കഴിഞ്ഞാൽ റിയലിസ്റ്റിക് അല്ലെങ്കിൽ അത് കളയും, അങ്ങനത്തെ ഒരു സംഭവം. പക്ഷെ ഞാൻ അത് കുഴപ്പമില്ല. പക്ഷെ ഇപ്പോഴും ഈ സിനിമ മാറി എന്നുള്ളതിന്റെ സിനിമ മാറിയടാ. പക്ഷെ എന്നാലും ചില ആക്ടേഴ്സ് അതിന്റെ എഫേർട്ട് ഇടുന്നുണ്ട്, അങ്ങനെ സിനിമകൾ വരുന്നുണ്ട്. ഇപ്പം
കുഞ്ചാക്കോ, നമ്മളിപ്പോൾ ലേറ്റസ്റ്റ് ഉന്മാദം ശരിക്കും പുള്ളി നല്ല രീതിയിൽ അഭിനയിച്ചൊരു പടമാണ്. അഭിനയം എന്ന സാധനത്തിൽ പെർഫോമർ എന്ന രീതിയിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സാധനമാണ്. പിന്നെ നമ്മുടെ ഞാനൊരു ആസിഫ് അലി, നമ്മളിപ്പോ ഈ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കുറച്ചുകൂടെ ഒരു എനിക്കറിയില്ല ഉള്ളതാണ്, എനിക്കറിയില്ല, പക്ഷേ ഈ ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നുണ്ടല്ലോ, ടു ഡു വാട്ട് എവർ ദേ വാണ്ട്, അല്ലെങ്കിൽ ആ ഒരു ഫ്ലെക്സിബിൾ ആവുക എന്ന് പറയുന്നത്, അങ്ങനത്തെ ഒരു എൻവയോൺമെന്റ് ഇപ്പൊ ഉണ്ടാവും. ആക്ടേഴ്സ് ഭയങ്കര കുറവല്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇപ്പൊ ടോപ്പിൽ നിൽക്കുന്ന കുറച്ച് ആക്ടേഴ്സ് മാത്രമല്ലേ ഉള്ളൂ, അവർക്ക് ഇഷ്ടം പോലെ ഓപ്പർച്യൂണിറ്റി വന്നോണ്ടിരിക്കും. ഇപ്പം ഒരു ഒട്ടുമിക്കവരും തന്നെ ആയിരിക്കും മറ്റേ എല്ലാ സിനിമകളിലും വരുന്നത്. ഇപ്പൊ ഒടുവിൽ ഉണ്ണികൃഷ്ണനൊക്കെ എല്ലാ അത് സൈഡ് ആക്ടേഴ്സ് അല്ലടാ, സൈഡ് അല്ല, സപ്പോർട്ടിംഗ് ആക്ടേഴ്സിന്റെ ഒരു എല്ലാരും മിക്കത്തിലും സിമിലർ ആണ്. അന്ന് കഴിവ് തെളിയിച്ചു കഴിഞ്ഞാൽ പിന്നെ കുറെ കാലത്തേക്ക് അവർക്ക് ത്രൂ ഔട്ട് കിട്ടും. ഇപ്പൊ അങ്ങനെയല്ലല്ലോ. അതല്ലടാ, ഇപ്പം പറഞ്ഞു കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ആണെന്ന് തന്നെ സാധനം. ഇപ്പം നമ്മൾ ഡിജിറ്റൽ എറയിലാണ് നിൽക്കുന്നത്. ഇപ്പം നമുക്ക് ഒരു കട്ട് പറഞ്ഞാൽ അടുത്ത കട്ട് എത്ര വേണോ ചെയ്യാം. മറ്റേത് അങ്ങനെയല്ല, മറ്റൊരു ഫിലിമിലാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു സീന് അത്രയും പെർഫെക്റ്റ് അല്ലെങ്കിൽ അത്രയും ലോസ് അവർക്ക് ഒരു സൈഡ് വരുന്നത്, അത്രയും ഫിലിം പോവും, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഇവരെയൊക്കെ ഇപ്പം ഈ ഇടയ്ക്ക് കുറച്ച് ഫേമസ് റീലുണ്ട്, മറ്റേ മോഹൻലാൽ അദ്വൈതത്തിൽ പറയുന്നൊരു സാധനം, അച്ഛനെ, അതായത് വർഷങ്ങൾക്ക് ശേഷം പുള്ളിനെ ഉപേക്ഷിച്ച് പോയി അച്ഛനെ കാണുമ്പം പുള്ളി കാണുന്നൊരു സൈഡ്, അതിനകത്ത് എന്തെല്ലാം ഇമോഷൻസ് അറിയാം ഒരുമിച്ച് കയറി വരുന്നത്. പിന്നെ വേറൊരു സാധനം എന്ന് പറഞ്ഞാൽ പണ്ടത്തെ ഈ സിനിമ ഇപ്പൊ ആ നാടകം സിനിമ ട്രാൻസിഷൻ ഫേസിലൊക്കെയാണ് ആ ഒരു ടൈം സോൺ എന്ന് പറയുന്നത്. ഇപ്പൊ നാടകത്തിൽ നിന്നുള്ള കുറെ ആൾക്കാരൊക്കെയാണ് ഈ സിനിമയിലോട്ട് വരുന്നത്. അവർക്ക് ഒരു അവരുടെ റേഞ്ച് ഓഫ് ആക്ടിങ് എന്ന് പറയുന്നത് അത് വേറൊരു ഇതാണ്. അത് തിലകനൊക്കെ രാജംബി ദേവിന്റെ ഏറ്റവും വൻ കിടില ഒരു ഇതുണ്ട്, KPC ലളിത, അവരൊക്കെ അങ്ങനത്തെ ഒരു റേഞ്ച്, ഇത്രയും വെർസറ്റാലിറ്റി ഉള്ള എക്സ്പീരിയൻസ് ആയിട്ടാണ് അവർ വന്നത്. അത് ബേസിക് സംഭവം അതല്ല, അതായത് ലൈഫ് എക്സ്പീരിയൻസ് ചെയ്യുന്നില്ല ആൾക്കാർ. കാര്യം ഇപ്പോഴത്തെ സിനിമ നോക്കിയാൽ ഇപ്പോഴത്തെ സിനിമയിൽ കോമൺ മാൻ്റെ സ്റ്റോറീസ് ഒരിടത്തും വലുതായിട്ട് വരുന്നില്ല. ഇപ്പം പണ്ടത്തെ ആണെങ്കിൽ പല ജനറയ്ക്കുള്ള ആൾക്കാരുടെ സ്റ്റോറീസും മൂവീസായിട്ട് വരുന്നുണ്ട്. ഇപ്പം വെങ്കലമൊക്കെ കണ്ടിട്ടുണ്ടോ, ഭരതന്റെ ഒക്കെ വെങ്കലം, ചുരം. അപ്പൊ അമ്മാതിരി പടം എന്ന് വെച്ചാൽ അങ്ങനെ ഏരിയയിലുള്ള ആൾക്കാരുടെ കഥ പറയുന്നതാണ്. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ആരെ കഥയാണ് പറയുന്നത് ശരിക്കും പറഞ്ഞു. പക്ഷെ അങ്ങനത്തെ ടൈപ്പ് സിനിമകൾ ഇപ്പോ ഒരു ഈ കൊമേഴ്ഷ്യൽ എന്ന് പറയുന്ന എലമെന്റ് കൂടെ ഉണ്ടല്ലോ. സിനിമയും വലുതായി, സിനിമയുടെ എക്സ്പെൻസും വലുതാണ്, പഴയ പോലെ അല്ല. അപ്പൊ അത് എനിക്ക് അറിഞ്ഞൂടെ എങ്ങനെയായിരിക്കും അത് ഇപ്പോഴൊക്കെ വർക്ക്ഔട്ട് ഒരുപാട് ഡയറീസ് എന്ന് പറയുന്ന സിനിമ പക്ഷെ അത് ആ ഡയറക്ടർ അത്ര ബ്രില്യന്റ് സക്സസ് ആയിരുന്നു. അത് അങ്ങനെ കൊമേഴ്ഷ്യൽ എലമെന്റോട് കൂടി എടുക്കണം ശരിയാണ്. പക്ഷെ ഇപ്പൊ അല്ലാതെ അത് കാലഘട്ടം മാറിയുണ്ടോ, അന്നത്തെ കാലഘട്ടം. അങ്കമാലി ഡയറീസ് ആ സിനിമ ഹിറ്റ് ആവാനുള്ള കാര്യം ആ ഒരു സ്ഥലത്ത് നടന്ന അടിയും ഫൈറ്റും അങ്ങനത്തെ ആ ഒരു അത്രയും അങ്ങനത്തെ ഒരു സ്റ്റോറി ആയതുകൊണ്ടാണ്. ഇപ്പൊ അല്ലാണ്ട് ഇപ്പൊ ഒരു റീജിയനിൽ വളരെ പീസ്ഫുൾ ആയിട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു ചെറിയൊരു ട്രാജഡി സാധനമാണ് കാണിക്കുന്നതെങ്കിൽ ചിലപ്പോ അത്രയും അതിനകത്ത് ട്രാജഡി ഉണ്ട്. പക്ഷെ അതിനകത്ത് ആ പടത്തില് എന്റെ വില്ലൻ പോലും ഇല്ല, നേരെ ഒരു പ്രോപ്പറായിട്ട് കാണിക്കാൻ വേണ്ടി. ഇപ്പൊ അതിനകത്ത് മറ്റേ അപ്പാനിയൊക്കെ വില്ലനായി കാണിക്കുന്നെങ്കിലും ട്രാജഡി മൂവി ആയിട്ടൊന്നും അങ്ങനെ പറയാൻ പറ്റില്ല, ഒരിക്കലും ഇല്ല. എനിക്ക് തോന്നിയത് അങ്ങനെയാണ്. ഈ ഒരു സിനിമയുടെ കൊമേഴ്ഷ്യൽ ഈ സിനിമ എടുക്കുക എന്ന് പറയുന്നത് തന്നെ വേറൊരു സിനിമ പ്രോഫിറ്റ് മേക്കിംഗ് ആയി മാറി, അത്രേ ഉള്ളൂ. എനിക്ക് തോന്നിയ കേസ് അത്. കാര്യം പല ആൾക്കാരുടെ സ്റ്റോറി അഡ്രസ് ആവുന്നില്ല, അഡ്രസ്സ് ചെയ്യപ്പെടുന്നില്ല. ഇപ്പൊ ഈ സാധനം തന്നെ ഇപ്പൊ ഈ നമ്മളൊരു ലേറ്റസ്റ്റ് 10 കൊല്ലത്തെ പടം എടുത്തു തുടങ്ങിയ ഒരു ഏതാണ്ട് എല്ലാ സിമിലർ പാറ്റേണിൽ വരുന്ന പടങ്ങളാണ്. അല്ലാണ്ട് മറ്റേ കൂടുതൽ ബിയോണ്ടും പോകുന്നില്ല, അല്ലെങ്കിൽ എൻ്റെ ലോവറിലും പോകുന്നില്ല. ഇപ്പം ഒരു 90s 80s സമയത്തൊക്കെ നമ്മള് കണ്ട നമ്മുടെ 2000 അതിനുശേഷം എന്ത് ഭേദമാണ്. ഇപ്പം 2000-ന് ശേഷം 2005 ഇപ്പൊ 2010 2009 ഒരു എല്ലാം കൂതർ പടങ്ങളല്ലേ ഇരുന്ന. അത് വെച്ച് നോക്കുമ്പോ ഇപ്പൊ അത്യാവശ്യം എന്ത് നല്ല പടങ്ങൾ വരുന്നുണ്ട്. ഈ ഗ്രൗണ്ട് റിയാലിറ്റി ഇല്ലാത്ത പടങ്ങൾ ഇറങ്ങുന്നില്ല എന്നല്ലേ, ഇറങ്ങുന്നുണ്ട്. അത് നമ്മൾ ഈ ഇതിലൊക്കെ IFFK പോകുമ്പോ അങ്ങനത്തെ പടങ്ങളുണ്ട്. അതിനൊന്നും ഇങ്ങനത്തെ ഒരു സ്പേസ് കിട്ടാറില്ല, തിയേറ്ററിൽ സ്പേസ് കിട്ടാന്നില്ല. അവരങ്ങനെ ഇപ്പൊ ഏതെങ്കിലും ഒരു അവര് അങ്ങനെ അവരൊരു തിയേറ്റർ റിലീസ് എന്നുള്ള രീതിയിലും അല്ല എടുക്കുന്നത്. അതൊരു ഫെസ്റ്റിവൽ പടം. പക്ഷെ പണ്ട് അങ്ങനെ അല്ലായിരുന്നു ഞാൻ പറഞ്ഞത്. പണ്ട് ഇപ്പം ഇതേ എന്താ പറയാ, ഇപ്പം മോഹൻലാലിന്റെ തന്നെ ടീം മിഥുനം അങ്ങനത്തെ പടം, മറ്റേ അനിയത്തി പ്രാവ്, സോറി എന്താ എന്റെ പേര്, ചന്ദ്രലേഖ, അമ്മാതിരി പടങ്ങൾ ഇറങ്ങിയ സമയത്ത് തന്നെയാണ്
ഇതേ പറഞ്ഞ പത്മരാജന്റെ തൂവാന തുമ്പികൾ ഇറങ്ങിയിട്ടുണ്ട്. അതേ സമയത്ത് തന്നെയാണ് മറ്റേ നമ്മളെ ഞാൻ ഗന്ധർവൻ, കുറച്ചുകൂടെ ഫാന്റസി പടങ്ങൾ, ഒരുപാട് ലെവൽ സാധനം ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് കോമൺ എടുത്താൽ തന്നെ എല്ലാ സെഗ്മെന്റഡ് പടങ്ങളും ഉണ്ട്. ഇപ്പോൾ ഹീറോ മൂവീസ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മളൊരു പാരലൽ വേൾഡിൽ നടക്കുന്ന സാധനമായിട്ട് കൺസിഡർ ചെയ്യാം, അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ്ലി ഫിക്ഷൻ ഓറിയന്റഡ് പടങ്ങൾ ചെയ്യാം. പിന്നുള്ളത് കംപ്ലീറ്റ്ലി ഗ്രൗണ്ട് ഭയങ്കര റിയാലിറ്റി ആയിട്ടുള്ള വളരെ സാധാരണക്കാരൻ്റെ കഥ പറയുന്ന സാധനം കാണാറുണ്ട്. പക്ഷെ ഇപ്പൊ അങ്ങനെ ഒരു ഡൈവേഴ്സിഫിക്കേഷൻ കാണുന്നില്ല. അതൊക്കെ വിജയിച്ചാ ഇല്ലേന്ന് നമുക്ക് അറിഞ്ഞൂടല്ലോ. വിജയ് ശരി, അതൊരു പോയിന്റ്. എല്ലാം മറ്റേ പ്രൊഡ്യൂസറിന് അന്ന് നമുക്ക് അറിഞ്ഞൂടല്ലോ. ഇപ്പോഴത്തെ കാര്യം അവർക്ക് ഇപ്പോഴും പണ്ടത്തെ പോലെ അല്ലല്ലോ, എല്ലാരും വലിച്ചു കീറൂലേ. പണ്ടത്തെ ഇതല്ലല്ലോ, മറ്റേ ഓഡിറ്റിംഗ് ഭയങ്കര കൂടുതലല്ലേ, സോഷ്യൽ ഓഡിറ്റിംഗ്. ഇപ്പം ഷാജി കൈലാസിന് മകന്റെ ഒരു വ്ളോഗില് അത് പറയേണ്ടി വന്നു. നമ്മളത് മിസ് ചെയ്ത് ആലോചിച്ച് നോക്കിയാണ്. ഇത്രയും ലെജൻഡ് ആയിട്ടൊരു ഡയറക്ടർ, പണ്ടാണെങ്കിൽ അത് നടക്കൂ. ഇത്രയും ലെജൻഡ് ആയിട്ടുള്ള ഒരു ഡയറക്ടർ സാധാരണ നമ്മള് റിവ്യൂ യൂട്യൂബില് എല്ലാരും റിവ്യൂ ഒക്കെ എടുക്കുന്ന ആളുടെ ഇത് കേൾക്കാനും റിയാക്ട് ചെയ്യാനും അങ്ങനത്തെ ഒരു യുഗമായി. അതായി. പണ്ട് അങ്ങനെയല്ല, പണ്ട് അവർക്ക് അങ്ങനെ ഫീൽഡിലുള്ളവരെന്ന് മാത്രം ഡയറക്റ്റ് കിട്ടിയാൽ മതി. ഇപ്പൊ അങ്ങനല്ല. ഇപ്പൊ മറ്റേ വിളി ഏതെങ്കിലും കയ്യിലൊരു ഫോണും കുറച്ച് നെറ്റും ഉണ്ടെങ്കിൽ നീ പോടാ എന്ന് വളരെ ഓപ്പൺ ആയിട്ട് വിളിക്കുക. അപ്പൊ അത് എത്തും, കറക്റ്റ് ആയിട്ട് കൊള്ളും. മറ്റേ കല്ലെറിയുന്ന കണക്കാം. അപ്പൊ അത് പിന്നെ ആക്ടേഴ്സ് ആവട്ടെ പണ്ടത്തോല ഇവര് ചെയ്ത പോലെ അത്ര ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള അത്രയും ഡിഫിക്കൽട്ടി ഒന്നും അവർക്ക് അങ്ങനെ എടുക്കുന്നില്ല. പണ്ട് മോഹൻലാലും മമ്മൂട്ടിയൊക്കെ 10-12 വർഷം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. നമ്മൾ മറക്കൂല. എപ്പോഴും നമ്മൾ മോഹൻലാൽ മമ്മൂട്ടി എന്ന് പറയണമെങ്കിൽ അവര് ഇത് ഇപ്പൊ നമ്മൾ പറയില്ലേ ചുമ്മാ എടുക്കണം. അവര് 9 പടം 10 പടമൊക്കെ വന്നുകൊണ്ടിരിക്കുവാടാ. അത് പിന്നെ അവരുടെ ആരോഗ്യവും കൂടെ നോക്കണം. പക്ഷെ എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാല് ഇപ്പൊ ഇവര് 9 പടം 10 പടം ഇവര് ആഗ്രഹത്തോടു കൂടി ചെയ്യണല്ലോ, അല്ലാതെ നമ്മൾ നിർബന്ധിച്ചുകൊണ്ടിരുന്നല്ല. പക്ഷെ ഇപ്പോഴാണ് ഡിഫിക്കൽട്ട് ടു സർവൈവ് ഇൻ ദ ഫീൽഡ് എന്ന് പറയുന്നത്. കാര്യം ഒരു സിനിമ ഫ്ലോപ്പ് ആയി കഴിഞ്ഞാല്, ഒരു സിനിമയില് ഒരാളുടെ ആക്ടിങ് മോശമായി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ടോവിനൊക്കെ തന്നെ ഒരു സിനിമയിലും ആക്ടിങ് മോശമായെന്ന് പറഞ്ഞാൽ ആ ഒരു ഇതുണ്ടല്ലോ, ഒരു പുള്ളിക്ക് കിട്ടുന്ന നെഗറ്റീവ് ഇമ്പാക്ട് ഇപ്പൊ റിവ്യൂല് പറയാ, ഇങ്ങനെ പറയാ, ഭയങ്കര ഡിഫിക്കൽട്ടാ. എനിക്ക് തോന്നുന്നു അന്നത്തെ ആ ഒരു എടുത്ത് കാണുമായിരിക്കും, എഴുതി വിടുമെങ്കിൽ അതൊന്നും അത്ര പബ്ലിക്കിലേക്ക് ഇറങ്ങൂലല്ലോ. എത്ര പേര് വായിക്കും? ഇത് ഒരാളെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ അവര് ഇത്തിരി നെഞ്ചി കിടക്കും. അത് കാണുമല്ലോ, അത് പോണില്ലല്ലോ. മറ്റേത് ഇപ്പൊ മറ്റേ 100 കോപ്പി വെച്ച് ഒന്നിലേക്ക് കത്തിച്ച് കളയാനും പറഞ്ഞാൽ ഇത് അങ്ങനെയല്ലോ. ഡിജിറ്റൽ ഫുട് പ്രിന്റ്സ് എപ്പോഴും കാണുമല്ലോ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോ ഈ ഇരുന്ന് വായിക്കുക അങ്ങനെയൊക്കെ ഒരു വേണം. എല്ലാരും വായിക്കില്ലല്ലോ, കാര്യം വേറെ പണിയുണ്ട് അങ്ങനെയൊക്കെ. ഇതാണെങ്കിൽ ചുമ്മാ ഇരിക്കുന്ന സമയത്ത് ഒരു 5 മിനിറ്റ് ഇങ്ങോട്ട് വരും, അല്ലെങ്കിൽ ആരെങ്കിലും അയച്ചു തരും, എടാ ഈ സാധനം കണ്ടാ ഭയങ്കര കോമഡിയാണെന്ന് പറഞ്ഞിട്ട് അയച്ചു തരും, അത് മതി. അപ്പൊ അത് എനിക്ക് തോന്നുന്നു ഇപ്പോഴാണ് ഈ ആക്ടേഴ്സിന് കുറച്ചുകൂടെ സർവൈവ് ചെയ്യാതെ ഇപ്പം. പിന്നെ സിനിമയ്ക്ക് പണ്ട് ഈ മോഹൻലാൽ മമ്മൂട്ടിക്ക് അവരെ സിനിമയ്ക്ക് വേണം, അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് ആയിരുന്നു. പക്ഷെ ഇപ്പഴങ്ങനെ ഇപ്പൊ എല്ലാവർക്കും എല്ലാവർക്കും എന്താ പറയാനത്. ഇപ്പൊ എത്ര നടന്മാരുടെ പുതിയ 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 സിനിമയിൽ ഇപ്പം പണ്ട് നടിമാരെ മാറ്റിക്കൊണ്ടിരിക്കണ പോലെ ആയിരുന്നു ഇപ്പൊ നടന്മാരെ. ഇത്രയും കാലം ആരും ഇല്ല ഇപ്പം. ഇപ്പം ഈ പറഞ്ഞ കണക്ക് മോഹൻലാലും മമ്മൂട്ടി, അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇപ്പം പൃഥ്വിരാജ് കുഞ്ചാക്കോ 30 years അടുപ്പിച്ച് അവർക്കൊരു എക്സ്പീരിയൻസ് ഉണ്ട് മലയാള സിനിമയിൽ. പിന്നെ ആസിഫ് അലി കൂടി ഇപ്പോൾ ഒരു 10 കൊല്ലോ 2010 ആ സമയത്ത് പുള്ളി വന്നതാണ്. ഒരു 15 കൊല്ലത്തെ എക്സ്പീരിയൻസേ കാണുള്ളൂ. ബാക്കി ആർക്കും അത്രയ്ക്ക് ഇല്ല. ഇപ്പം ദുൽഖറിന് തന്നെ, ദുൽഖറും ഏതാണ്ട് 2011 ടൈമിലാണ് ദുൽഖർ എൻ്റർ ആവുന്നത്. ഇപ്പം ദുൽഖർ അത്രയും മലയാളം സിനിമ ചെയ്യുന്നില്ല. പക്ഷെ ആസിഫ് അലി, ഇപ്പം ഞാൻ പറയാൻ കാര്യം എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ആക്ടേഴ്സ് നോക്കുകയാണെങ്കിൽ എനിക്ക് ഇടയ്ക്ക് പൃഥ്വിരാജിൻ്റെ കുറേ പടങ്ങൾ, പൃഥ്വിരാജിൻ്റെ കുറച്ച് ആക്ടിങ് എനിക്ക് ഇഷ്ടമായിരുന്നു. അത് കഴിഞ്ഞ് എനിക്ക് ഇപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ ആസിഫ് അലിയുടെ ഭയങ്കര കാര്യമാണ്. കാര്യം ആസിഫ് അലിൻ്റെ ഇടയ്ക്ക് ഒരു 2 കൊല്ലത്തിനിടങ്ങിയ ലെവൽ ക്രോസ്, പിന്നെ അമീഗോ, ആ ഒരു ഇയർ ഫുള്ള് നല്ല അഭിനയം, ഭയങ്കര ഇംപ്രൂവ്മെന്റ്. ആസ് ആൻ ആക്ടർ എന്ന് പറഞ്ഞ സാധനത്തിന് ഭയങ്കര ഇംപ്രൂവ് ചെയ്ത് കൊണ്ടുവരുന്ന സാധനം. ടോവിനോ ബോഡി ഭയങ്കര ഫിറ്റാ. അപ്പൊ ബോഡി എക്സ്ട്രീം ഫിറ്റാ. അപ്പൊ പുള്ളി മറ്റേ ബാലനിൽ തന്നെ നമ്മളാ സജഷൻ പറഞ്ഞ കാര്യം, മാസ് കാണിക്കാൻ വേണ്ടി മറ്റേ വയറ് മറ്റേ മൈദയൊക്കെ ഇട്ട് ഒട്ടിച്ചിട്ടാ പുള്ളി നടക്കുന്നതിനകത്ത്. അത് ഫിറ്റ് ഇത്തിരി
ഭയങ്കര ഇത്തിരി എന്ന് പറഞ്ഞ സാധാരണ ക്യാരക്ടർ എടുക്കുമ്പോഴേടാ ഷോൾഡർ ഒക്കെ ഇങ്ങനെ അത് മറ്റേ നീല വെളിച്ചത്തിൽ തന്നെ ഭയങ്കര കാര്യം. ബഷീറിനെ ചെയ്യാന്ന് പറഞ്ഞ ബഷീറിനെ മതിലുകളിൽ മമ്മൂട്ടി ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിലൊക്കെ ഭയങ്കര ഇതായിട്ട്. പക്ഷെ ഇത് മറ്റേ മുഖം നമ്മൾ ഈ ഇത് ജിമ്മിൽ പോയി ഭയങ്കര ഇതായിട്ടുള്ള ഒരു മുഖം മറ്റേ ജോലൈനൊക്കെ തെളിഞ്ഞ് ഒരു ഇതും ഇല്ലാതെ ഭയങ്കര ഇതായിട്ടാണ് മോഡൽ ഫേസ് നമുക്ക് അങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇല്ല. അപ്പൊ ആക്ടറിന്റെ ഏറ്റവും വലിയ ടൂൾ എന്ന് വെച്ചാൽ അവന്റെ ബോഡി തന്നെയാണ്. ആക്ടർ ആ ടൂള് അത് ഏറ്റവും കൂടുതൽ യൂട്ടിലൈസ് ചെയ്തിട്ടുള്ള മറ്റേ ബാലൻ സിനിമയില് പുള്ളിയുടെ ആ ഒരു ഇൻഅപ്രോപ്രിയേറ്റ് ആണ് ശരിക്കും പറഞ്ഞ. അത് കുറച്ച് പുള്ളി ട്രൈ ചെയ്തിട്ടുണ്ടെന്ന് ഇമ്പാക്റ്റും വരാൻ പോണില്ല. അല്ല ആ വയറിന്റെ ആ സംഭവം ഇവിടെ ഇത്രയും നല്ല വെളുപ്പ്, ഇവിടെ മാത്രം അല്ല വയറിന്റെ സാധനം ഒഴിച്ച് പുള്ളിയുടെ ആ ഒരു മുഖത്തുള്ള സാധനം അതൊക്കെ എനിക്ക് മോശമായിട്ട് തോന്നിയില്ലടാ. സീരിയസ്ലി തോന്നിയില്ല. ഞാൻ ചുമ്മാ പറയണല്ല. പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു എന്ന് വെച്ചാൽ ക്ഷീണമായിട്ടിരിക്കണതും കുറച്ച് ഒരു വേറെ ടൈപ്പിലുള്ള ഒരു സാധനമൊക്കെ പുള്ളി നന്നായിട്ട് ചെയ്തതായിട്ടാണ് എനിക്ക് തോന്നിയത്. ഓരോ ടൈപ്പ് രീതിയിൽ പറയുമല്ലോ, സംസാരിക്കുന്നതൊക്കെ നന്നായിട്ട് ചെയ്യുന്നു. ആ സംസാരത്തിന്റെ കേസ് എനിക്ക് പ്രശ്നമുണ്ട്. അതിന് പുള്ളിന്റെ ആ ഒരു വേ ഓഫ് ടോക്കിംഗ് സ്ലാങ് അതും പുള്ളിക്ക് മാറ്റാൻ പറ്റില്ല. അത് മറ്റേല് കൊള്ളൂലായിരുന്നു. ഏത് അതിരടിയില് ഒരു ട്രിവാൻഡ്രം സ്ലാങ് പിടിച്ച് അത് ബെറ്റർ ദാൻ കാപ്പ പൃഥ്വിരാജ് പിന്നെ മറ്റേ എനിക്ക് തോന്നിയത്. കാര്യം ഞാൻ പറയാൻ കാര്യം എന്ന് വെച്ചാൽ സ്ലാങ് ഒക്കെ അങ്ങനെ പിടിച്ച് അഭിനയിക്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്ര ഒരു മോഹൻലാലിന് പറ്റാറുണ്ടോ? ഞാൻ പറഞ്ഞു മോഹൻലാലിന് സ്ലാങ് പിടിച്ച് അഭിനയിക്കാൻ പറ്റാറ് ഒരുവിധം പുള്ളിക്ക് ചെയ്തു പോകുന്നുണ്ട്. ഇല്ല ഒരുവിധം പുള്ളി ഓക്കെയാണ്. അതിലാണ് പുള്ളിയുടെ ഒരു സൗണ്ട് ആക്ടിംഗിലാണ് ഇട്ടിമണി കണ്ടു നോക്കിയാൽ മതി. ഇട്ടിമണിയില്ല ഇപ്പൊ അതും പിന്നെ നോക്കിയാൽ മതി. ഇപ്പം തൂവാന തുമ്പികളിലാണെങ്കിൽ ആ സ്ലാങ് കൺസിസ്റ്റൻസി ഇല്ല. പുള്ളി അത് ഭയങ്കര മമ്മൂട്ടി ആ ഒരു വോയിസിലാണ് മമ്മൂട്ടി അങ്ങോട്ട് കയറിയിരിക്കുന്നത്. ഇപ്പൊ മറ്റേ കലംകാവലല്ലേ നമ്മള് നോക്കിയപ്പോ ആ ഒരു തിരുവനന്തപുരം ലാംഗ്വേജ് അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് സംസാരിക്കുന്നത്. അല്ല എനിക്ക് കാസർഗോഡ് ഒരു സിനിമ അല്ല മതിലുകളിൽ നോക്കിയത് മതിലുകളിൽ ബഷീർ കാസർഗോഡ് ഇത് പുത്തമ്പണം അല്ല അത് അങ്ങനെ പിടിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രൂ ഔട്ട് ആ ക്യാരക്ടർ ഉണ്ടല്ലോ അതേപോലെ പിടിച്ചങ്ങ് ചെയ്യണം. പിന്നെ അതിൽ സെന്റിമെന്റ്സ് ചെയ്യണം, ഇമോഷൻ അതിന്റെ പുറത്ത് ചെയ്യണ്ടേ. ഇപ്പം ടൊവിനോയ്ക്ക് തിരുവനന്തപുരം ഇരിഞ്ഞാലക്കുടക്കാരനല്ലേ, തിരുവനന്തപുരം ലാംഗ്വേജിൽ ദേഷ്യം അഭിനയിക്കണം. അതൊക്കെ എക്സ്ട്രാ എഫേർട്ടാ. അല്ല അത് ഒരു സൈഡാണ്. ഇനി ഇതല്ല ഞാൻ പറഞ്ഞത് ടൂള്, ബോഡി എന്ന ടൂൾ. ഇപ്പം എനിക്ക് അതിനകത്ത് ഇപ്പം മോഹൻലാലിന് എനിക്ക് ഏറ്റവും മാസ് എലിവേറ്റഡ് ആയിട്ട് തോന്നിയൊരു സീനുണ്ട്. അതായത് കമലദളം പടം കണ്ടിട്ടുണ്ടോ? കമലദളത്തിനകത്ത് പുള്ളി മറ്റേ മോനിഷനെ കൂവിട്ട് ഇറങ്ങി പോകുന്നു. അപ്പൊ തിരിച്ച് കയറി വന്ന് പുള്ളി ഡാൻസ് ചെയ്യുന്ന ഒരു സാധനമുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര മാസ് എലിവേറ്റഡ് സീനാണ്. അത് ഭയങ്കര ഹെവി. അവർ അത്രയും ക്രൗഡ് കൂവുന്നു. പുള്ളി കുറെ ഡയലോഗ് അതിൻ്റെ ഇടയിൽ മറ്റേ അതല്ല ഇതല്ല എന്ന് പറയുന്നു. ഭയങ്കര ഒറ്റ ഷോട്ടായിട്ട് അതൊക്കെ കാണുന്നത്, സംസാരിക്കുന്നില്ല. അത് കഴിഞ്ഞാൽ പുള്ളി ഡാൻസിലൂടെ പോകുന്നത് ഹെവി സാധനം. പുള്ളി ഭയങ്കരമായിട്ട് ബോഡീനെ ഭയങ്കര ഫ്ലെക്സിബിളാ പുള്ളി. അപ്പൊ ആ ഒരു ബോഡീനെ പുള്ളി അത്രയും വണ്ണം ഉണ്ടെങ്കിലും മോഹൻലാൽ വേറെയാണ്, ടൊവിനോ വേറെയാണ്. ഞാൻ പറഞ്ഞ ആക്ടറിന്റെ ഒരു ടൂൾ എന്ന് പറഞ്ഞ സാധനം ഈ പറഞ്ഞ സംസാരിക്കാൻ പറ്റും. പിന്നെ ഉള്ള ബോഡി ഉണ്ടല്ലോ നമ്മളെ കഴിവുപോലെ ഇരിക്കൂലേടാ. മോഹൻലാല് ബിൽഡ് ഡിഫറെന്റ്, ഫ്ലെക്സിബിലിറ്റി. ആ ഒരു സാധനം ഇപ്പൊ ഇല്ലെന്നല്ല, ഫ്ലെക്സിബിലിറ്റി ഒക്കെ ഉള്ള ആൾക്കാരുണ്ട്. ഇപ്പൊ എനിക്ക് തോന്നിയിട്ടുള്ളത് പണ്ടത്തെക്കാട്ടിയും കുറച്ചുകൂടെ ഹെൽത്ത് നോക്കുക എന്ന് പറയുന്നതും ബീങ് പ്രസന്റ് ഓൺ സ്ക്രീൻ എന്ന് പറഞ്ഞ ഡിഫറെന്റ് ആണ്. ക്യാരക്ടർ ഡിമാൻഡ്സ് എന്നൊരു സാധനമുണ്ട്. മോഹൻലാല് ഡാൻസ് കളിക്കും പോലെ അത് വേറൊരു ടൈപ്പാ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ ഭയങ്കര മൂവ്സ് ഒന്നും അല്ല ചെയ്യുന്നത്. അത് എന്ന് വെച്ചാൽ പാട്ട് ഇങ്ങനെ പാടി മറ്റേ എൻജോയ് ചെയ്ത് കളിക്കുന്ന എൻജോയ് ചെയ്ത് കളിക്കുന്ന ഒരു ഇതുണ്ടല്ലോ. അത് ഇപ്പം നല്ലൊരു ഡാൻസ് കളിക്കുന്നവർക്ക് അങ്ങനെ ഒരു ഇത് കിട്ടൂല. പാട്ട് പാടി എൻജോയ് ചെയ്ത് എന്ന് വെച്ചാൽ അത്രയും എഫേർട്ട്ലെസ് നമുക്ക് തോന്നൂല. ചിലവരിങ്ങനെ ഡാൻസ് കളിക്കുമ്പോൾ ഇവര് എന്തോ മുഖത്ത് തന്നെ കാണും ഇങ്ങനെ എഫേർട്ട് എടുത്താണ് ഒരു മൂവി. പക്ഷെ ഇത് അങ്ങനെ തോന്നൂല. അതില് വിജയ് അതേപോലെയാണ് ഈ ഡാൻസ്. അങ്ങനെ തോന്നൂല. ശരി. ഓരോ പക്ഷെ ഞാൻ പറഞ്ഞ അവരെ യൂസ് ചെയ്യുന്ന ഇപ്പൊ തമിഴ് നോക്കിയാലും വിജയ് ആയാലും സൂര്യ ഇതാണ് ഭയങ്കര പുള്ളിന്റെ ബോഡി ആസ് എ ടൂൾ എന്ന രീതിയിൽ പുള്ളി അതിന് വേണ്ടി ചെയ്യുന്ന ഒരു പുള്ളിയാണത്.
അപ്പൊ അതാ ഞാൻ പറഞ്ഞു, ഇപ്പം മോഹൻലാലിന്റെ പടങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ പുള്ളി ഓരോ ക്യാരക്ടർ ട്രാൻസ്ഫോം ചെയ്യുമ്പോഴും പുള്ളി അതിനനുസരിച്ചുള്ള ഇപ്പൊ ആ ക്യാരക്ടർ എന്താണോ ഡിമാൻഡ് ചെയ്യുന്നത്. ഇപ്പൊ ഈ പടം ഈ കമലതളം അത് കഴിഞ്ഞിട്ട് 2-3 കൊല്ലം കഴിഞ്ഞിട്ടാണ് മറ്റേ 20 ഇറങ്ങുന്നത്. 20 പുള്ളിന്റെ ആ ഒരു പക്ഷെ ഞാൻ പറയുന്നത് ഇപ്പൊ ഈ മോഹൻലാലിനെ പ്രൈസ് ചെയ്യാൻ വേണ്ടി പാതിന് ഇടിച്ചു താഴ്ത്തേണ്ട ആവശ്യം ആരും ഇടിച്ചു താഴ്ത്തുന്നതല്ല, ഞാൻ അങ്ങനെയല്ല. ഞാൻ ആര് ഈ മോഹൻലാലിന്റെ റേഞ്ച് അല്ലെങ്കിൽ മോഹൻലാലിന്റെ ഒരു അല്ലെങ്കിൽ വേറെ ആരും ഒന്നും പറയുന്നതല്ല. ഞാൻ ഇതൊന്നും അങ്ങനെ ഞാൻ ഒരിക്കലും അങ്ങനെ അല്ലടാ. പക്ഷെ എനിക്ക് തോന്നിയെന്ന് വെച്ചല്ലേ ഇപ്പൊ ഈ ഒരു ബോഡിയുടെ സാധനം, പക്ഷെ അത് പുള്ളിക്ക് ഉള്ള സ്കില്ലാണത്. സ്കിൽ ആണ്. പക്ഷെ ജന്മസിദ്ധമായിട്ട് കിട്ടിയതായിരിക്കും. പക്ഷെ ഇപ്പൊ ടൊവിനോട് ഇപ്പൊ അല്ലെങ്കിൽ അത് ആ ഡയറക്ടർ പറയണം, ഓക്കെ ഇങ്ങനെ ഫ്ലെക്സിബിൾ ആയിട്ട് അഭിനയിക്കേണ്ട ഒരാളാണ് ആവശ്യം, അങ്ങനെ എടുക്കണം. ആ പോയിന്റ് ആണ് പറയുന്നത്. ഡയറക്ടർ അതാണ് ഞാൻ പറഞ്ഞത്. ആക്ടറിന്റെ ഫേസ് അല്ല ശരിക്കും, ഡയറക്ടറിന്റെ പടമായിട്ട് വരണം ഒരു പടം. അതാ ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ല ഇപ്പം അങ്ങനെ വരുന്നുണ്ടെന്നാണ് അതാണ് പറഞ്ഞത്. അത് ഭയങ്കര ട്രാൻസിഷൻ ആണ്. നമ്മൾ അങ്ങനെ അല്ലായിരുന്നു. മറ്റേതൊരു 3-4 കൊല്ലം 5-6 കൊല്ലം മുന്നേക്ക് ആക്ടറിന്റെ ഫേസ് നോക്കിയിട്ട് ഡയറക്ടർ നമ്മൾ നോക്കാറില്ല. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ ഡയറക്ടറിന്റെ പേര് നമ്മൾ 2020 ശേഷമൊക്കെ എനിക്ക് തോന്നി ഡയറക്ടറിന്റെ പേരിൽ വന്നിട്ടുള്ളത്. അതാണ് ട്രാൻസിഷൻ എന്ന സാധനം. ഇപ്പൊ ഇത് പറയാൻ കാര്യം എന്ന് വെച്ചാൽ ഇപ്പം നിവിൻ പോളിയുടെ പുതിയ പടം ഇറങ്ങുന്നുണ്ട്. അപ്പൊ അത് ബെത്തൽഹേം കുടുംബയുണ്ട്. അപ്പൊ എന്റെ ഒരു ഇതിനകത്ത് ഈ 3 പടത്തിലും ഹ്യൂജ് സക്സസ് റേറ്റ് ഓടാൻ പോകുന്നത് ആ പടമായിരിക്കും, നിവിൻ പോളിയുടെ പടമായിരിക്കും. കാര്യം നിവിൻ പോളി ഫാക്ടറുണ്ട്. നിവിൻ പോളി ഫാക്ടറാണ്. കാര്യം പുള്ളി ഈ പറഞ്ഞ സാധനം പുള്ളി വളരെ ചാമായിട്ട് നിന്ന് പുള്ളിന്റെ കുറച്ച് സാധനങ്ങളുണ്ട്. ആൾക്കാർക്ക് ഇഷ്ടമാണ്. ആൾക്കാർക്ക് എന്തൊക്കെ പറഞ്ഞാലും ഇഷ്ടമാണ്. ലൈക്കബിൾ സാധനമാണ്. ലൈക്കബിലിറ്റി ഉണ്ട്. അപ്പൊ അതുകൊണ്ട് പിന്നെ ഫാമിലി പുള്ളി കുറച്ചും കൂടെ ഒന്ന് അനങ്ങി ചെയ്യണോന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇതാണ് ഞാൻ ഈ സാധനം പറഞ്ഞു തരുന്നത്. കാര്യം ചിലതൊക്കെ പുള്ളി മറ്റേ ഈ ഇടയ്ക്കുള്ള ഒരു സിനിമയാണ് മറ്റേ അതില് നീ കണ്ട മറ്റേ ഇങ്ങനെ ഇരിക്കും ക്ലൈമാക്സ് ഇരുന്ന് ഒരു കന്നഡ ശരിക്കും പുള്ളി ഇതെന്തോ ബിരിയാണി ആണെന്ന് തോന്നുന്നു കഴിച്ചാനങ്ങനെ. അതായത് ക്ലൈമാക്സിലുള്ള അത് തന്നെ ഇവൻ പറഞ്ഞാല് മറ്റേ ഉച്ചക്ക് നമ്മള് ഊണ് കഴിച്ചിട്ട് മറ്റേ ക്ഷീണിച്ച് ഇരുന്നിട്ട് പറയൂലേ, അത് എന്നടാ ഞാൻ ഇങ്ങനെ വെച്ചു എനിക്ക് ഭയങ്കര ഇഷ്ടമാണെങ്കിൽ അത് ഈ സീനെന്ന് വെച്ചാലേ ക്ലൈമാക്സ് ഇരുന്ന് ഫുൾ ആൾക്കാർ അഡ്രസ് ചെയ്ത് വലിയ മാസ് ഡയലോഗ് അടിക്കുകയാണ്. ഉണ്ണികൃഷ്ണന്റെ എഴുത്താ പുള്ളി മറ്റേ പഞ്ചടിച്ച് എഴുതിയ സാധനമാണ്. ഉണ്ണികൃഷ്ണൻ എക്സ്പ്രഷൻ പോലും കഴിഞ്ഞ പോട്ടാ ആ ഒരു സാധനം ഉണ്ട്. പിന്നെ ആ സിനിമ അങ്ങനത്തെ ഒരു സിനിമ കാര്യമില്ല. പക്ഷെ ഇതിലെനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ബെത്തലേം യൂണിറ്റ് ഭയങ്കര ഗിരീഷ് മതി. അതെ കോമഡി സെറ്റാണ്. കോമഡി എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ കാലത്ത് കോമഡി വർക്കാക്കി എല്ലാരും ചിരിപ്പിച്ചത് വിഷ്ണു വിജയ്. അത് ഭയങ്കര കാര്യം. പ്രേമലു സിനിമയില് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ആ ഒരു പ്രാവിന്റെ ഹൈദരാബാദ് ആ ഒരു പ്രാവിന്റെ ആ ഒരു ട്യൂണും ആ ഒരു മ്യൂസിക് ഉണ്ടല്ലോ, അത് ഭയങ്കര ഇമ്പാക്ട് ഉണ്ടായിരുന്നു. പിന്നെ ഇതിന്റെ കോറേറ്റർ മറ്റേ ഈ പുള്ളി മറ്റേ അനുരാഗ് എഞ്ചിനീയറിംഗ് വർക്ക്സ് അറിയാമോ? അത് നല്ലൊരു റിപ്പീറ്റബിലിറ്റി ഉള്ള ഒരു ഷോർട്ട് ഫിലിമാണ് അനുരാഗ്. മറ്റേ ഇതിനകത്ത് ഈ പടത്തിലൊക്കെ ഉള്ള പുള്ളിയാ, ഇവരെ ക്രൂല് എപ്പോഴും ഉള്ള പുള്ളിയാ. ഈ തണ്ണിമത്തനില് മറ്റേ വിനീത് ശ്രീനിവാസന്റെ കൂട്ടുകാരനായിട്ട് മറ്റേ മുടി വളർത്തിയിട്ടൊരു പുള്ളി വരുമല്ലോ. എടീ ഇതിനകത്ത് തണ്ണിമത്തനില് സൂപ്പർ ശരണിയില് അർജുൻ റെഡ്ഡി അപ്പൊ പുള്ളി അഭിനയിച്ച ഒരു ഷോർട്ട് ഫിലിം ഉണ്ട്, അത് നല്ല രസമാണ്. അപ്പൊ ആ പുള്ളിയും പിന്നെ മറ്റേ പ്രേമലുവിന്റെ സെക്കൻഡ് ആക്ട്രസ് ഉണ്ടല്ലോ. മനസ്സിലായി എനിക്ക് ഷോർട്ട് ഫിലിം അതിന്റെ ഒക്കെ സ്ക്രിപ്റ്റ് റൈറ്റർ ചെയ്തേക്കുന്നത്. അപ്പൊ എല്ലാരും ഒരു ടീം വർക്ക്. ആക്ട്രസ് എന്ന് ഉദ്ദേശിക്കുന്ന മമത ബൈജു അല്ലല്ലോ. അല്ല സൂപ്പർ ശരണിയില് സെക്കൻഡ് ആക്ട്രസ് സൂപ്പർ ശരണി വേറെ, അത് വേറെ. സൂപ്പർ ശരണി വേറെ, ഇത് വേറെ, അത് വേറെ. എല്ലാം ഡിഫറെന്റ്. അവര് ഒരു സൂപ്പർ സ്റ്റാർ ആണ്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ആക്ട്രസ് അത് ശരിയാണ്. മമത ബൈജു അത് തന്നെ ഒരു ആക്ടർ, ഹീറോയിൻ എന്നല്ല, ജനനായകനെ കാണണോ. ജനനായകന് നല്ല സ്ക്രീൻ ടൈം ഉണ്ട്. അവസാനത്തെ ആക്ഷൻ അല്ല പുള്ളിക്കാരി അല്ല സൂര്യന് പടം ഈ ഇടയ്ക്ക് എന്തോ ഇറങ്ങുന്നുണ്ട് അടുത്ത്.
വിശ്വനാഥൻ സൺസ് എന്ന് പറഞ്ഞിട്ട്. അതിലും അതിലും നായിക നമ്മള് മൈദാനെ കണ്ട് മടുക്കും. എല്ലാ പടത്തിലും പുള്ളിക്കാരി. അല്ല, അതിൽ ഈ മമത ബൈജു കയറി വന്നപ്പോ മറ്റേ പുള്ളിക്കാരെ കാണാനില്ല. അതെനിക്ക് സൂപ്പർ ശരണി കണ്ടപ്പോ എനിക്ക് തോന്നിയത്. അപ്പൊ അന്ന് സൂപ്പർ ശരണി കണ്ട എന്റെ ടീംമേറ്റ്സിനോട് ഞാൻ പറഞ്ഞായിരുന്നു, നിങ്ങൾ നോക്കിക്കോ പുള്ളിക്കാരിയെ കഴിയും പുള്ളിക്കാരി ഹൈറ്റിലെത്തുമെന്ന്. അല്ല മീൻസ് കുറച്ചുകൂടെ കിട്ടുമെന്ന്. അല്ല അതിനകത്ത് എപ്പോഴും ഒരു കൂട്ടുകാരി എന്ന സെറ്റപ്പിനകത്ത് പുള്ളിക്കാരി കുറെ സാധനം ഇടുന്നുണ്ട് എന്റെ ഇടയിൽ. അത് അതായിരുന്നു മറ്റേ നസ്ലീനായിരുന്നു കുറച്ച് ഇടുന്നത്. അത് നമുക്ക് തോന്നുന്നു നൈസായിരുന്നു. അതുണ്ട് തണ്ണിമത്തനുണ്ട് സാധനം. നമുക്ക് ഇത് മാർക്കില്ലെങ്കിൽ ഞാൻ എവിടെ വന്ന് നിൽക്കുവാച്ചോ. ബുദ്ധിയാണ് സാർ അതിന്റെ മെയിൻ. നൈസ് സാധനമാണ്. അപ്പൊ അത് 21-ാം തീയതി അല്ലേ റിലീസ്? അപ്പഴം അത് 21 റിലീസ്. എങ്ങനെയായിരിക്കും നമ്മളെ ഷെഡ്യൂൾ? ചിലപ്പോ ഏതെങ്കിലും ഒന്ന് തൂക്കി കഴിഞ്ഞാലേ, മറ്റേ ഒന്ന് തൂക്കി കഴിഞ്ഞു കഴിഞ്ഞാ പിന്നെ രണ്ടും കുറച്ച് നല്ലതാണെങ്കിലേ കുറച്ചൊന്ന് അണയാൻ ചാൻസ് ഉണ്ട്. പക്ഷെ 3 ജയിച്ച മറ്റേ പണ്ട് ബ്രഹ്മയുഗം ആ ഒരു സമയത്ത് എല്ലാം ജയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒരു സാധനം തൂക്കിയല്ലോ, മാത്രമേ പോയുള്ളൂ. പ്രേമല് തൂക്കിയ ബ്രഹ്മയുഗം. പിന്നെ ഡിസംബറിൽ നമ്മളെ മറ്റേ മാർക്കോ തൂക്കിയപ്പം കുറെ നല്ല സിനിമകൾ ഉണ്ടായിരുന്നു. റൈഫിൾ ക്ലബ് ഒക്കെ അതിന്റെ കൂടെ. റൈഫിൾ ക്ലബ് ഒക്കെ നല്ല ഓടി. പക്ഷേ ആ ഒരു ഇത് കിട്ടിയില്ല എന്നുവെച്ചാൽ ഇത്തിരി കൂടെ ഓടാനുള്ളതാണെന്ന് തോന്നുന്നു. ആണ്. പക്ഷെ റൈഫിൾ ക്ലബ് ഓടി വിജയിച്ചു. അത് വൈബ് പടമായിരുന്നു. വൈബ് കണ്ടോണ്ടിരിക്കുക, എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ സാധനമായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു. അല്ല ഇതില് അങ്ങനെ ഒരെണ്ണം തൂക്കി കഴിഞ്ഞാലേ ചിലപ്പോ ഒരെണ്ണം തൂക്കാൻ ചിലപ്പോ 2 ബഡ്ജറ്റ് കൂടിയ പടങ്ങളല്ലേ, ചിലപ്പോ നമ്മൾ പ്രതീക്ഷിക്കാത്ത എന്തെങ്കിലും 2 ബഡ്ജറ്റ് കൂടിയ പടോ, മറ്റേ ഖലീഫയും ഇതും ഭയങ്കര ബഡ്ജറ്റ് കൂടിയ പടം. അപ്പോഴും ചിലപ്പോ എന്തെങ്കിലും അത്ഭുതങ്ങൾ ഉണ്ടെങ്കിൽ ചിലപ്പോ തൂക്കാൻ ചാൻസ് ഉണ്ട്. അതെ, ഓണം ആയതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നമുക്കൊന്നും പ്രഡിക്ട് ചെയ്യാൻ പറ്റില്ല. കാര്യം മഴ ഭയങ്കരമായിട്ട് കൂടുന്നു, കേരളത്തിന്റെ അവസ്ഥ കുറച്ച് മോശമാണ്. അതെങ്ങനെ അത് ഓണത്തിന് എങ്ങനെ റിഫ്ലക്ട് ചെയ്യുമെന്ന് നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഇത് കൂടുന്നെങ്കിൽ ചിലപ്പോ റിലീസ് മാറ്റുമായിരിക്കും. വെള്ളത്തിലാണെങ്കിൽ ആരും ഒന്ന് കാണാൻ, വെള്ളത്തിന് അത് ഭയങ്കര ഇൻഡസ്ട്രിയെ പറ്റും ബാധിക്കുന്ന സാധനം. അപ്പം ശരിക്കും ഇപ്പൊ ഒരു ഓണം ആകുമ്പോ ശരിക്കും ഫാമിലിയാണ് ശരിക്കും ഫാക്ടർ. അതായത് ഫാമിലി സത്യം. ഓണത്തിനൊക്കെ ഫെസ്റ്റിവലിനൊക്കെ ഫാമിലിയാണ് മാറ്റേഴ്സ്. കാര്യം ഇതിന് മുന്നേ നമ്മള് നിവിൻപോളിയുടെ സർവ്വമായി ഇറങ്ങിയത് ക്രിസ്മസ് റിലീസാ. അത് ഇങ്ങനെ അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിന്റെ ക്രൂ ഹെവി സാധനം. ആ പടമായിട്ട് കമ്പയർ ചെയ്യണം. സർവ്വമായിലെ ക്രൂ ആയിട്ട് കുടുംബ യൂണിറ്റ് എന്നൊക്കെ കേൾക്കുമ്പോഴേ പിന്നെ നിവിൻപോളിയുടെ ഫേസ് ആ പാട്ട്. അല്ല, 2-3 പാട്ടൊക്കെ അതിന്റെ ഒരു പാട്ടിന്റെ കുറച്ച് സീൻസ് ഒക്കെ ഇറങ്ങി. അത് രസമുണ്ട് കേട്ടോ കാണാൻ. ഒരു നൈസ് സാധനമുണ്ട് കാണാൻ. മറ്റേതെല്ലാം ഒരു ആക്ഷൻ ബാക്ക്ഡാ, ഔട്ട് ഓഫ് റിയാലിറ്റി. ഇപ്പം അടിയും പിടിയും അടിയും പിടിയും കാണാൻ താല്പര്യമില്ലാത്ത ഒരുപാട് പേരുണ്ട്. ഫാമിലി അത് പോയേ കാണുള്ളൂ, അത്രേ ഉള്ളൂ. അത് കുറച്ചൊന്നും നല്ലതാണെങ്കിൽ പേടിക്കുകയേ വേണ്ട, സേഫ്. എന്റെ വീട്ടിലൊക്കെ അടി നടക്കുമ്പോഴേ അത് പണ്ട് ഇത് ഇപ്പോഴത്തെ അടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഈ ഫാസ്റ്റ് കട്ടിങ്ങും കൂടെയാണ്. തലവേദന നമുക്ക് തന്നെ ആരെ അടിക്കണം, എന്താ കാണണം, എന്നും കാണാനൊന്നും പറ്റില്ല. പ്രത്യേകിച്ച് ചെമ്മൻ ചാക്കോന്റെ എഡിറ്റർ എന്ന് വെച്ചാൽ മാസ്മരികമാണ്. മിന്നൽ അടിച്ചാണ് എന്താ സംഭവിച്ചത്. അല്ല, ചമൻ ചാക്കോ എന്ന് പറയാനില്ലേ, അത് പണ്ടൊന്നും എഡിറ്ററിന് അങ്ങനെ ബ്രാൻഡിങ് ഇല്ലായിരുന്നു. ചമൻ ചാക്കോ എന്ന് പറയണ തന്നെ അതൊരു നല്ലൊരിതാണ്. കാരണം പണ്ട് അങ്ങനെ എഡിറ്ററിനൊരു ബ്രാൻഡിങ്, ഒരു ബ്രാൻഡ് വേണോടാ. കാര്യം എന്ന് വെച്ചാൽ ഇപ്പം പ്രേമം സിനിമ, പ്രേമത്തിൽ അൽഫോൺസ് പുത്രൻ പുള്ളി ശരിക്കും തന്നെ കിടിലം എഡിറ്ററാണ്. അതാണ് പ്രേമത്തിന്റെ സക്സസ്. അല്ലാണ്ട് അതൊരു കിടിലം ഡയറക്ടോറിയൽ മൂവി എന്ന് എനിക്ക് പറയാൻ തോന്നിട്ടില്ല. പക്ക എഡിറ്റിങ്, കറക്റ്റ് കട്ട് സാധനം. അത് ഒരു ഭയങ്കര ക്രിയേറ്റീവ് ആയിട്ടുള്ള സാധനമാണ്. അപ്പൊ ഒരു സിനിമ മൊത്തത്തിൽ എൻഗേജിങ് ആക്കുന്ന എഡിറ്ററിന്റെ കഴിവാണ്. അപ്പൊ അത് എക്സാമ്പിൾ നമ്മുടെ ആട് ഫസ്റ്റ് പാർട്ട് തിയേറ്ററിൽ ഇറങ്ങിയത് കുറച്ചും കൂടെ ലെന്തി ആയിട്ടാണെന്ന് കേട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ കുറച്ചുകൂടെ ട്രിം ചെയ്ത് പല സീനായിട്ട് മാറ്റിയിട്ടൊക്കെയാണ് സിനിമ ഭയങ്കരമായിട്ട് മാറ്റി. ചിലപ്പം രക്ഷപ്പെടുത്താനും പറ്റും. ഒരുപാട്. അല്ല, ഞാൻ പറയണത് അങ്ങനെ ഇപ്പം ചമൻ ചാക്കോ എന്ന് പറയണ ഇതേ
പണ്ടൊന്നും അങ്ങനെ ഒരു എഡിറ്റർ പോലും അറിഞ്ഞൂടല്ലോ. രഞ്ജം എബ്രഹാം, വിവേക് ഹർഷൻ, പുള്ളിയാണ് ഏറ്റവും കൂടുതൽ സിനിമ ചെയ്തിട്ടുള്ളത്. പുള്ളി മറ്റേ സിമുലേഷൻ ഫിലിം അന്ന് എഡിറ്ററിന് അത്ര ഒരു പ്രസക്തി ഇല്ല. അല്ല, സിനിമയിൽ ഇപ്പൊ എല്ലാരും ഒരു ബ്രാൻഡ് പോലെ, എല്ലാ ഫീൽഡും ഒരു ബ്രാൻഡ് പോലെ വരികയാണ് ഇപ്പൊ. അപ്പൊ ഗൈസ്, എന്തായാലും ഓണത്തിന് എന്തായാലും നമുക്കൊരു വിരുന്നായിരിക്കും തോന്നുന്നു സിനിമയുടെ. അതെ, ഒരുപാട് നാളെ ശേഷമാണ് ഇങ്ങനെ ഒരു വലിയൊരു വലിയ ഡയറക്ടറും കൂടെയാണ്. സ്റ്റാർമാരും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലായിരിക്കും ഓണം എന്തായാലും. അപ്പൊ നിങ്ങൾ ഏത് പടത്തിനാണ് എക്സൈറ്റഡ് ആയി ഇരിക്കുന്നത് എന്നുള്ള എന്തായാലും കമന്റിൽ അറിയിക്കുക. നിങ്ങൾക്ക് ഏതാണ് പ്രതീക്ഷ എന്നും കമന്റിൽ അറിയിക്കുക. പിന്നെ നമ്മുടെ ഈ സിനിമ ഫോക്കസ്ഡ് ആയിട്ടുള്ള ചാനൽ, സിനിമ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ആദ്യത്തെ റിവ്യൂ കാര്യത്തൊരു നീഷ് ഓഡിയൻസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു സാധനമായിരിക്കും. അപ്പം എല്ലാരും സബ്സ്ക്രൈബ് ചെയ്താൽ അത്രയും നല്ലതാണ്. അല്ലേ, കുറച്ചല്ലേ വരും, കാണാൻ കുറച്ചേരെ കാണും. നമ്മള് വ്യൂസ് ഒക്കെ മറ്റേ ഈ സിനിമ റിവ്യൂ വ്യൂസ് ഒക്കെ ഭയങ്കര കുറവാ ശരിക്കും പറഞ്ഞ. ഒരു വളരെ ഈ ചാനൽ ഇടുമ്പോ കയറുമായിരിക്കും, നോക്കാം. ഏറി കയറണമെന്ന് ഭയങ്കര ആഗ്രഹം. അത് കട്ട് ചെയ്യാതെ അപ്പൊ കയറിക്കോളും. എന്നെ ഇങ്ങനെ അപരാധിക്കുകയാണ്. ക്യാമറ ഓഫ് ചെയ്താൽ എന്നെ ഫുൾ അപരാധമാണോ? ക്യാമറയുടെ ഇടയിലാണ് കുറച്ച് മാന്യത. ഇനി ഇവനൊക്കെ എന്റെ കൂടെ മാന്യമായിട്ട് പെരുമാറുന്ന ഈ ക്യാമറയുടെ ഫ്രണ്ടിൽ മാത്രം. എന്റെ കൂടെ അതുകൊണ്ട് ഓക്കെ ഗൈസ്, എന്തായാലും ഇതാണ് നമ്മുടെ ഫസ്റ്റ് വീഡിയോ, ഈ ചാനലിന്റെ ഫസ്റ്റ് വീഡിയോ. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്തായാലും ഇതിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റിൽ അറിയിക്കുക. പിന്നെ ഈ ചാനൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് സജഷൻസ് ഉണ്ടെങ്കിൽ അതും നമ്മുടെ ഒരു സെക്കൻഡ് ചാനലോ അങ്ങനെ ഒരു ചാനൽ, ഒരു സബ്സിഡറി ചാനലായിട്ട് നോക്കിയാൽ മതി. പിന്നെ ഇനി മറ്റേ അടുത്ത റിവ്യൂ നമ്മൾ തുടക്കം വരുന്നതായിരിക്കും. അതായിരിക്കും നമ്മുടെ ആദ്യത്തെ റിവ്യൂ. അതിനുശേഷം നമ്മള് കുറച്ച് മറ്റേ എക്സ്പ്ലനേഷൻ, അങ്ങനത്തെ പഴയ സാധനങ്ങളൊക്കെ പൊടി തട്ടിയെടുക്കും. പിന്നെ മറ്റേ മാർവലിന്റെ അരുൺ വരുമ്പോ അങ്ങനത്തെ മറ്റേ മാർവല് കോമിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങള് എക്സ്പേർട്ട് ആണ്. അപ്പോഴങ്ങനെ പിന്നെ നമുക്ക് സംസാരിക്കാനുണ്ട്. അപ്പോഴങ്ങനത്തെ കുറെ നീഷായിട്ടുള്ള കുറെ ഡിസ്കഷൻ കാണാം, റിവ്യൂ കാണാം. അങ്ങനത്തെ പല കാര്യങ്ങളാണ് നമ്മൾ ആലോചിച്ച് വെച്ചിരിക്കുന്നത്. ഇനി ചിലപ്പോ നമ്മൾ സിനിമ എടുത്താലും അതിന് ട്രെയിലർ ഇതിലായിരിക്കും. ഷോർട്ട് ഫിലിം. അപ്പൊ അതൊക്കെയാണ് ഗൈസ് വിശേഷങ്ങൾ. അപ്പൊ എന്തായാലും നിങ്ങൾ ഈ ചാനലും കൂടെ സപ്പോർട്ട് ചെയ്ത് നിങ്ങളുടെ സപ്പോർട്ട് അറിയിക്കുക. So we are launching soon. ഇത് വരുമ്പോഴാണല്ലോ, അല്ലെ തുടക്കം വരണ്ടേ, അത് വന്നല്ലേ സൂൺ. അതെ, അതത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ എപ്പിസോഡോട് എൻഡ് ചെയ്യുകയാണ്. അപ്പൊ പുതിയൊരു എപ്പിസോഡായിട്ട് വരുന്നവരേക്കും ബൈ.